ഹായ് ഓൾ, വെൽക്കം ടു IC അക്കാഡമി. നമ്മൾ ഹൈഡ്രോഗ്രാഫിയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഈ സെഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രീവിയസ് സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ എവിടെയായിരുന്നു? യെസ്, മെത്തേഡ്സ് ഓഫ് സൗണ്ടിങ് ആയിരുന്നു അല്ലേ? മെത്തേഡ്സ് ഓഫ് സൗണ്ടിങ് ആയിരുന്നു. അതിൽ നമ്മൾ പേര് പറഞ്ഞു. നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ പേരറിഞ്ഞിരിക്കണം എന്നുള്ളത് യെസ് മസ്റ്റാണ്. നിർബന്ധമാണ്, മസ്റ്റാണ്, 2 പ്രാവശ്യം മസ്റ്റാണ്. നോക്കിയേ, മെത്തേഡ്സ് ഓഫ് സൗണ്ടിങ്, മെത്തേഡ്സ് ഓഫ് ലൊക്കേറ്റിംഗ് സൗണ്ടിങ് ആണ്. ഓക്കെ, എന്താ പരിപാടി? ഏതൊക്കെയാണ് മെത്തേഡ്? കോണിംഗ് ദ സർവേ വെസൽ, ഒബ്സർവേഷൻ വിത്ത് സർവേ വെസൽ, തിയോഡലൈറ്റ് ആംഗിൾസ് ആൻഡ് ഇഡിയം ഡിസ്റ്റൻസസ് ഫ്രം ദ ഷോർ ആൻഡ് മൈക്രോവേവ് സിസ്റ്റം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? യെസ്, ഫൈൻഡിങ് ഔട്ട് ദ സൗണ്ടിങ് ബൈ ടെലൂറോമീറ്റർ ആണ്. ഓക്കെ, ടെലൂറോമീറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് ഏതാണ്? ഇഡിയം ആണെന്ന് നമുക്കറിയാം. വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഏത് വേവ് ആണ്? മൈക്രോവേവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ക്ലിയർ അല്ലേ? യെസ്, നെക്സ്റ്റ് നോക്കിയേ, നമുക്ക് ഓരോന്ന് പറയാം. ജസ്റ്റ് അതിൻ്റെ ബ്രീഫായിട്ടുള്ള പോയിന്റുകൾ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഓപ്ഷൻ അല്ലാതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അതിൽ കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? ഓക്കെ, സൗണ്ടിങ് ബൈ കോണിംഗ് ദ സർവേ വെസൽ. കോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിംഗ് മീൻസ് കീപ്പിംഗ് ദ ബോട്ട് അറ്റ് നോൺ കോഴ്സ്. കോണിംഗ് മീൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കോഴ്സിൽ. നോക്കിയേ, വാട്ടറിൽ നമുക്ക് ഷിപ്പ് അല്ലെങ്കിൽ വെസൽസ് മൂവ് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട് അല്ലേ? നാവിഗേഷൻ ചാനൽസ് ഉണ്ട്. അതിനാണ് നമ്മൾ കോഴ്സ് ഓഫ് ദ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചാനൽ എന്ന് വെച്ചു, ചാനൽ ഓർ കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോണിംഗ് മീൻസ് കീപ്പിംഗ് ദ ബോട്ട് അറ്റ് നോൺ കോഴ്സ്. അറിയാവുന്ന എന്താണ്? വഴികളിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. വഴിയില്ലല്ലോ, വെള്ളത്തിലല്ലേ. ഓക്കെ, അതാണ് നോൺ കോഴ്സിൽ നമ്മൾ ഷിപ്പ് എന്ത് ചെയ്യാണ്? പ്ലേസ് ചെയ്യുന്നതാണ് ഇത്. കീപ്പിംഗ് ദ ഷിപ്പ് അറ്റ് നോൺ കോഴ്സ്, ദാറ്റ് ഈസ് ടെർംഡ് ആസ് കോണിംഗ് ആണ്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ, ഇതാണ് ഫോർ റിവർ. ഇതാണ് ചോദ്യം. ഫോർ റിവർ ഓപ്പൺ സീ അപ് ടു 5 കിലോമീറ്റർ ഓഫ് ഷോർ ആണ്. അതായത് തീരത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറിയിട്ടുള്ള സൗണ്ടിങ്ങിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ ഏതാ പറയുന്നത്? യെസ്, കോണിംഗ് ഓഫ് ദ ഷിപ്പാണ്, ഓർ സൗണ്ടിങ് ബൈ കോണിംഗ് ഓഫ് ദ സർവേ വെസലാണ്. ദ മാർക്കേഴ്സ് ആർ ഫിക്സ്ഡ് ഓൺ ദ ഷോർ കോൾഡ് റേഞ്ചസ്. നമുക്കറിയാം റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അലോങ് വിച്ച് വെസൽസ് ഓർ ബോട്ട്സ് ആർ റൺ. ക്ലിയർ അല്ലേ? നമ്മൾ ഷോറിൽ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലേ കൺട്രോൾ പോയിന്റ്സ് ആണ് ഇത് റേഞ്ചസ് എന്ന് പറയുന്നത്. ആ റേഞ്ചസിന് അലോങ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഷിപ്പ് നമ്മൾ ഇനിയിപ്പോൾ യെസ് നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് മെത്തേഡ് അതായത് കോണിംഗ്, സൗണ്ടിങ് ബൈ കോണിംഗ് ഓഫ് ദ വെസൽ ഈസ് ഓഫ് 2 ടൈപ്പ്. ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് ഉണ്ട്, ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ്, അതിൽ 2 സബ് മെത്തേഡ്സ് ഉണ്ട്. ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ്, ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ. ചോദ്യമാണ്, ചോദ്യം എടുത്ത് പറയാം. ഓക്കെ, എന്താണ് ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ്? ആദ്യത്തെ മെത്തേഡ് നോക്കാം. ഒന്നാമത്തെ മെത്തേഡിലെ ഫസ്റ്റ് സബ് ഡിവിഷൻ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് നോക്കുകയാണെങ്കിൽ യെസ്, റീഡ് ദ പോയിന്റ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, റീഡ് ദ പോയിന്റ്. നോക്കിയേ, യെസ്, ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു യൂസ് എ റോപ്പ് ആണ്. അത് ആലോചിക്കുക. എ വയർ ഓർ റോപ്പ് വിത്ത് മാർക്കിങ്സ് ഓർ ടാഗ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള റോപ്പ് അറ്റ് നോൺ ഡിസ്റ്റൻസ് ഈസ് സ്ട്രെച്ച്ഡ് അക്രോസ് ദ ചാനലാണ്. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ റോപ്പ് ഈസ് അറ്റ് ദ ഷോർ മാർക്ക്ഡ് ആസ് എ റെഫറൻസ് പോയിന്റ്. Then using what? The sounding at different distances of the wire is determined by weighted pole. It is a kind of comparatively accurate method ആണ്. Suitable for river, narrow lakes and for harbors. So which of the following is used for narrow lakes എന്ന് ചോദിച്ചാൽ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ്ലി കണ്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ നോയിങ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ബൈ ഡ്രഡ്ജിങ് ആണ്. എന്താണ് സംഭവം നോക്കിയേ, ഇതിൽ ഫിഗർ ഒന്ന് നോക്കിയേ. ഇതിൽ നിങ്ങൾക്ക് കാണാം, നമ്മളെ റിവറാണ് ഈ കാണുന്നത്. റിവറിൽ പോകുന്ന ബോട്ടാണ് അല്ലേ? 3 പേരുണ്ട് ഇവിടെ. അതിലൊരാൾ എന്ത് ചെയ്യാണ്? ഒരു റോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നീട്ടി ഇടുന്നുണ്ട് അല്ലേ? റോപ്പ് ഇങ്ങനെ ലൂസാക്കി കൊടുക്കുന്നുണ്ട്. സംഭവം എന്താ അറിയോ? നോക്കിയേ, ഇതാണ് സംഭവം. നമ്മൾ ഷോർ ലൈനിന് ഒരു ഫിക്സ്ഡ് പോയിന്റ് എന്നാണ് പരിപാടി തുടങ്ങുന്നത്. നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഇമേജ്, നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലൊക്കേഷൻ ബൈ സൗണ്ടിങ് ഏതാണ്? ബൈ റോപ്പാണ്. നോക്കിയേ, സോ ഇതാണ് നമ്മുടെ ഇത് പുഴയുടെ തീരമാണിത്. ഇതും എന്താണ്? പുഴയുടെ അടുത്ത തീരമാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ബൗണ്ടറി ഓഫ് ദ പുഴ. ഓക്കെ, ആൻഡ് ദ വാട്ടർ ലെറ്റ്സ് സേ ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരയ്ക്കുക അല്ലേ? യെസ്, ആൻഡ് ദ വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ക്ലിയർ? ആൻഡ് നമുക്ക് എന്ത് ഫിക്സ്ഡ് ആണ്? യെസ്, ഷോർ ലൈൻസ് ആർ ഫിക്സ്ഡ് ഹിയർ അല്ലേ? ഇങ്ങനെയല്ലേ? ഷോർ ലൈൻസ് ആർ ഫിക്സ്ഡ് ഹിയർ. ഷോർ ലൈൻസ് താഴെ ഉണ്ടാവും ചിലപ്പോൾ. വി ആർ ഹാവിങ് ഷോർ ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം. ക്ലിയർ? വി ആർ ഹാവിങ് ഷോർ ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ഇനി നമ്മളെ എതിലൂടെയാണ് ബോട്ട് ഓടിക്കാൻ പോകുന്നത്? നമ്മൾ ബോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ത്രൂ എ ലൈൻ. ലെറ്റ്സ് ഇതാണ് നമ്മുടെ ഒരു റേഞ്ച് പോയിന്റ് അല്ലേ? ഇതാണ് നമ്മുടെ വൺ ഓഫ് ദ റേഞ്ചസ്. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണോ? ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് പോയിന്റ്. ഈ ഫിക്സ്ഡ് പോയിന്റ് അലോങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിലൂടെയാണ്
ഈ ഒരു ലൈനിലൂടെയാണ് വിച്ച് ഈസ് 90 ഡിഗ്രി. ഓക്കെ അല്ലേ? ഏതെങ്കിലും ഒരു കൺട്രോൾ പോയിന്റിന് എലോങ് ആണ് നമ്മൾ ഇനി ബോട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. ഓക്കെ അല്ലേ? ബോട്ട് ഡ്രൈവ് ചെയ്യല്ല, ബോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ലൈൻ എലോങ് ആയിരിക്കും. ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈൻ എന്താ പറയുക? ദിസ് ഇസ് ടേംഡ് ആസ് എ റേഞ്ച് ലൈൻ. ഇതിനാണ് റേഞ്ച് ലൈൻ എന്ന് പറയുക. ക്ലിയർ ആണോ? ഒരു കൺട്രോൾ പോയിന്റ് ഉണ്ട്, അതിന് എലോങ് ആണ് നിങ്ങൾ ഇനി ബോട്ട് ഓടിക്കാൻ പോകുന്നത്. ആൻഡ് ഈ പോയിന്റിൽ, ഈ റേഞ്ച് ലൈനിൽ പല പോയിന്റുകളിൽ, ലെറ്റ്സ് സേ 1 2 3 എന്ന് കൊടുക്കാം. ഓക്കെ, 1 2 3 എന്ന് കൊടുക്കാം. ദിസ് ഈസ് ലൊക്കേഷൻ നമ്പർ 1, ദിസ് ഇസ് ലൊക്കേഷൻ നമ്പർ 2, ലൊക്കേഷൻ നമ്പർ 3. ഇങ്ങനെ എലോങ് ദിസ് റേഞ്ച് ലൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പല പോയിന്റുകളിലും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സൗണ്ടിങ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ വണ്ടിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഷോർ ലൈൻ എത്ര ഡിസ്റ്റൻസ് ആണ് എങ്ങനെ അറിയാം? അതിന് വേണ്ടിയാണ് നമ്മൾ കയർ യൂസ് ചെയ്യുന്നത്, ഗ്രാജുവേറ്റഡ് കയർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതായത് ഈ റേഞ്ച് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു കയറിൻ്റെ അറ്റം നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ കയർ നമ്മൾ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടാവും. ക്ലിയർ ആണോ? ദാറ്റ്സ് വാട്ട് യു കൻ സീ ഇൻ ദിസ് ഇമേജ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് അല്ലേ? ഇയാളെടുത്ത് കൊണ്ടാവും കുറേ കയർ. ഇത് ഗ്രാജുവേറ്റ് കയറാണ്. ഇയാളെടുത്ത് അല്ലേ ചുരുട്ടി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അയാൾ കയർ ഇങ്ങനെ ലൂസാക്കി വിടും. ആൻഡ് അത് ഗ്രാജുവേറ്റ് കയറാണ്. സോ നമ്മൾ കരയിൽ നിന്നും എത്ര ദൂരെയാണെന്ന് ഈ വയർ നോക്കിയാൽ പോരെ, ഈ കയർ നോക്കിയാൽ പോരെ. ക്ലിയർ ആണോ? സോ ബേസിക്കലി നമുക്ക് എന്താ വേണ്ടത് ഇവിടെ? വാട്ട് വി നീഡ് ടു ഒബ്റ്റെയിൻ ദ x1 ഡിസ്റ്റൻസ്, അതായത് ഷോർ ലൈനിൽ നിന്ന്. അല്ല, ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് എന്താണ്? ഷോർ ലൈൻ ആണ്. ഷോർ ലൈൻ എത്ര ദൂരെയുള്ളതാണ്? ഷോർ ലൈൻ എത്ര ദൂരെയാണോ നമ്മൾ കയറിങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലെ? കയറിങ്ങനെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കയറുണ്ട്. നമ്മൾ കയറിങ്ങനെ ബോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ലൂസാക്കി കൊടുക്കും. സോ ഓരോ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ട് ഡിസ്റ്റൻസ് അറിയാം. ദാറ്റ് ഈസ് ലൊക്കേഷൻ ബൈ റോപ്പ് ആണ്. എന്താണോ? എവിടെ സൗണ്ടിങ് നടത്തണം എന്ന ലൊക്കേഷൻ. ഏതാണ് ലൊക്കേഷൻ? 1 2 3 ഇതൊക്കെയാണ് സൗണ്ടിങ് നടത്താൻ പോകുന്ന ലൊക്കേഷൻ. സൗണ്ടിങ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലൊക്കേഷനാണ്. സോ ആ ലൊക്കേഷൻസ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? ആ ലൊക്കേഷൻസ് എത്ര ഡിസ്റ്റൻസ് ആണ് എങ്ങനെ പറയാം? ബൈ ലൂസനിങ് റോപ്പാണ്. ക്ലിയർ ആണോ? അത് നമ്മൾ കരയിൽ ഇങ്ങനെ ടൈ ചെയ്ത് കുടുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ലൂസാക്കി കൊടുക്കും. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ക്ലിയർ അല്ലേ? യെസ്. The starting point of a rope at the shore is marked as a reference point. Then using bond, the sounding at different distances of the wire is determined by weighted pole ആണ്. More accurate method. It is suitable for ഏതാണ്? നോക്കിയേ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. It is suitable for ഏതാണ്? Yes, it is suitable for narrow lakes ആണ്. സോ നാരോ ലേക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ് ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇയാളെടുത്ത് ഫുള്ള് റോപ്പ് ഇയാളുടെ കയ്യിലുണ്ട്, കണ്ടില്ലേ? ഇയാൾ യൂസാക്കി വിടുന്നത്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? ഈ റോപ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാവും? യെസ്, വി വിൽ ബി ഹാവിങ് മാർക്കിങ്സ് ആണ്. സോ കണ്ടറിയാം നമ്മൾ കരയിൽ നിന്നും എത്ര ദൂരെയാണെന്ന് കണ്ടറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് എ ഫസ്റ്റ് മെത്തേഡ്, ലൊക്കേഷൻ ബൈ റോപ്പ്. ക്ലിയർ? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് മെത്തേഡ്, ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ഇൻ്റർവൽ ആണ്. നോക്കിയേ, ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ഇൻ്റർവൽ ആണ്. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കിയേ, ഫസ്റ്റ് മെത്തേഡ്, അതായത് സൗണ്ടിങ് ബൈ കോണിങ് ഓഫ് ദ വെസൽ എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് ഉണ്ട്, ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ ഉണ്ട്. ഓക്കെ, സോ ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ലൊക്കേഷൻ ബൈ റേഞ്ച് ആണ് പറയേണ്ടത്. നോക്കിയേ, ലൊക്കേഷൻ ബൈ റേഞ്ച് ആണ് നമുക്ക് പറയേണ്ടത്. വെരി സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താ പറയുന്നത്? ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ, അതായത് ദ ബോട്ട് ഈസ് പൊസിഷൻഡ് ഇൻ എ റേഞ്ച് വിത്ത് 2 signals provided on the shore. The boat is rowed at a constant speed and the time required to reach at the instant of sounding is measured, which gives the distance of total point along the range. It is suitable for channels of less width ആണ്. ഓക്കെ, ലെസ് വിഡ്ത്ത് ആണ്. നാരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റോപ്പാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് ആണ്. എന്താ ഉദ്ദേശിച്ചത്? നോക്കിയേ, പരിപാടി ഇതാണ്. നോക്കിയേ, നിങ്ങളെ വേറൊരു രീതി വരയ്ക്കാം. ഇതാണ് നിങ്ങളെ പുഴയുടെ തീരമാണിത്. ഇതാണ് അടുത്ത തീരം. ഓക്കെ അല്ലേ? തീരങ്ങളാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഈ തീരങ്ങളിലൂടെ, ഈ ഷോറിലൂടെ നമുക്ക് എന്തുണ്ടാവും? ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് എന്താണോ? വാട്ട് ഈസ് ദിസ് തിങ്? ദീസ് ആർ നത്തിങ് ബട്ട് ഷോർ ലൈൻസ് ആണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷോർ ലൈൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഹിയർ ഓൾസോ വി ആർ ഹാവിങ് ഷോർ ലൈൻസ് ആണ്. ആൻഡ് നമുക്കറിയാം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതൊരു ലൈനിന് നമ്മൾ എന്ത് പറയും? ഈ ഷോർ ലൈനിന് 90 ഡിഗ്രിയിലുള്ള ഈ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ലൈൻസ് ആർ ടേംഡ് ആസ് റേഞ്ച് ലൈൻ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ എവിടെയൊക്കെയാണ് റേഞ്ചിങ് നടത്താൻ പോകുന്നത്? പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3 നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റേഞ്ചിങ് നടത്താൻ പോവാണ്. എങ്ങനെയായിരുന്നോ നേരത്തെ നമ്മൾ ഈ 1 2 3 ഷോർ ലൈനിൽ നിന്നും ഇത്ര ദൂരെയാണ് മനസ്സിലാക്കിയത്?
നേരത്തെ ഷോർ ലൈനിൽ നിന്ന് 1 ഇത്ര ദൂരെയായിരുന്നു, 2 ഇത്ര ദൂരെയായിരുന്നു, 3 ഇത്ര ദൂരെയായിരുന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? യെസ്, നമ്മൾ ഷോർ ലൈനിൽ ഒരു കയറ് കുടുക്കി വെച്ചിട്ടുണ്ട്. ആ കയറ് നമ്മളിങ്ങനെ ലൂസാക്കി കൊടുക്കും അല്ലേ? സോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് മെഷർ ചെയ്യാം, ഇവിടെ മെഷർ ചെയ്യാം. ബോട്ടിൽ നമ്മുടെ കൂടെ കയറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ബോട്ടിൽ യെസ് യു ആർ മൂവിങ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡാണ്. സോ സ്പീഡ് നിങ്ങൾക്ക് അറിയാം അല്ലേ? നിങ്ങൾ ഈ അലോങ് ദ റേഞ്ച് ലൈൻ നിങ്ങൾ ബോട്ടിൽ കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സ്പീഡ് നമുക്കറിയാം. ആൻഡ് തുടങ്ങിയ പോയിന്റ് മുതൽ 1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്ന വരെയുള്ള ടൈം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ ഇല്ലയോ? ബോട്ട് നിങ്ങളാണ് മൂവ് ചെയ്യിക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ വെലോസിറ്റി അറിയാൻ പറ്റും. ആൻഡ് ഓരോ പോയിന്റിൽ എത്തുമ്പോഴാണ് ടൈം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡിസ്റ്റൻസ് ഈക്വൽ എന്താണോ? യെസ്, സ്പീഡ് ഇൻറ്റു അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? isn't it? ഫിസിക്സ് അങ്ങനെയല്ലേ പറയുന്നത്? ഫിസിക്സ് എന്താ പറയുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ഹൗ യു ലൊക്കേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ഓഫ് സൗണ്ടിങ് പോയിന്റ്സ്. എവിടെയാണോ സൗണ്ടിങ് നടത്തേണ്ടത് എന്നുള്ള ലൊക്കേഷൻസ് ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ ദീസ് ടൈം ഇൻ്റർവൽ മെത്തേഡാണ്. ക്ലിയർ അല്ലേ? ഈസ് ആർ ഓക്കെ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ ആണ്. ക്ലിയർ അല്ലേ? സോ ഒന്ന് വായിച്ചേ. ദ ബോട്ട് ഈസ് പൊസിഷൻഡ് ഇൻ റേഞ്ച് വിത്ത് 2 സിഗ്നൽസ് ഓൺ ദ ഷോർ ആൻഡ് ദ ബോട്ട് ഈസ് റോഡ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഇൻസ്റ്റന്റ് ഓഫ് സൗണ്ടിങ് ഈസ് മെഷേർഡ് വിച്ച് ഗിവ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് ടോട്ടൽ പോയിന്റ്സ് അലോങ് ദ റേഞ്ച്. സ്പീഡ് അറിയാം, ഓരോ പോയിന്റിലേക്ക് എത്താനുള്ള ടൈം അറിയാം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലെസ് വിഡ്ത്ത് ഓഫ് ചാനൽ. ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് ആണ് ഓർ നോട്ട് മച്ച് ആക്യുറേറ്റ്. ക്ലിയർ? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് മെത്തേഡ്. യെസ്, ഇനി എന്താവുകയാണ്? കുറച്ചുകൂടി അഡ്വാൻസ് ആവുകയാണ് നമ്മൾ. ഓക്കെ, റീഡ് ദീസ് പോയിന്റ്സ്. യെസ്, സൗണ്ടിങ് ബൈ ഒബ്സർവേഷൻ ആണ്. സോ ഒന്നാമത്തെ മെത്തേഡ് എന്തായിരുന്നു? കോണിംഗ് ഓഫ് ദ വീൽ ആയിരുന്നു. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എന്തായിരുന്നു? യെസ്, സൗണ്ടിങ് ബൈ കോണിംഗ് ഓഫ് ദ വെസൽ ആയിരുന്നു. അതിൽ 2 മെത്തേഡ് ഉണ്ടായിരുന്നു. ബൈ ലൊക്കേഷൻ ബൈ ഏതാണ്? യെസ്, ക്രോസ് റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ്? റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവൽ ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, 4 മെത്തേഡാണ് മൊത്തം പറഞ്ഞത്. അതിൽ സൗണ്ടിങ് ബൈ ഒബ്സർവേഷൻ വിത്ത് തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റന്റ് ആണ്. അതായത് നമ്മൾ ആംഗിളും കൂടി എടുക്കാൻ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? എടുക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? എന്താ പരിപാടി? ആദ്യം നമുക്ക് പരിപാടി പറയാം. നോക്കിയേ, ഇതാണ് നമ്മുടെ അല്ലേ പുഴയുടെ തീരമാണ്, അല്ലെങ്കിൽ വാട്ടർ ബോഡിയുടെ തീരമാണ്. ആൻഡ് തീരത്ത് നിങ്ങൾക്ക് എന്തുണ്ട്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും? വ്യൂ ആർ ഹാവിങ് എ ഷോർ ലൈൻ ആണ്. ഇതാണ് ഷോർ ലൈൻ. ക്ലിയർ? ആൻഡ് ഈ ഷോർ ലൈനിൽ നമുക്ക് 2 ഫിക്സ്ഡ് പോയിന്റ്സ് ഉണ്ട്. ഈ ഷോർ ലൈനിൽ നമ്മൾ 2 പോയിന്റ് എടുത്തു. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് മറ്റൊരു ബി എന്ന് പറയുന്ന പോയിന്റ്. ക്ലിയർ? ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? തിയോഡലൈറ്റ് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കേട്ടെ. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇതാണ് പുഴ. ഓക്കെ, ദിസ് ഈസ് എ വാട്ടർ ബോഡി. അതിൻ്റെ അടുത്ത തീരം കാണിക്കുന്നില്ല. ഓക്കെ, വലിയ വാട്ടർ ബോഡിയാണ്. ഓക്കെ, സോ അതിൻ്റെ അപ്പുറത്തെ തീരം കാണുന്നില്ല. പക്ഷേ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇഫ് യു ഡ്രോ എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദിസ്, അതായത് അറ്റ് 90 ഡിഗ്രിയിലാണ് ഉണ്ടാവുക. ഇതിനാണ് എന്ത് പറയുക? ദിസ് ഈസ് ടേംഡ് ആസ് റേഞ്ച് ലൈൻ. ഇതിനെയാണ് റേഞ്ച് ലൈൻ എന്ന് പറയാം. യെസ്, ഈ ലൈനിലൂടെയാണ് ഇനി ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് സൗണ്ടിങ് നടത്തുന്ന പോയിന്റുകൾ വേണ്ടേ? നടത്തേണ്ട പോയിന്റുകൾ വേണ്ടേ? നോക്കിയാൽ ഇതായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇതായിരിക്കാം ചിലപ്പോൾ സെക്കൻഡ് പോയിന്റ്, ഇതായിരിക്കാം ചിലപ്പോൾ തേർഡ് പോയിന്റ്. ക്ലിയർ അല്ലേ? ഇനിയും ഇൻഫിനിറ്റ് പോയിന്റ്സ് ഉണ്ട്. സോ 1, 2, 3 എന്ന് പറയുന്ന ലൊക്കേഷൻസിലാണ് നമുക്ക് സൗണ്ടിങ് നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ 1, 2, 3 പോയിന്റുകൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? നോക്കിയേ, ബിയിൽ നമുക്ക് തിയോഡലൈറ്റ് ഉണ്ട്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, നമ്മൾ തിയോഡലൈറ്റിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ആംഗിൾ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, വിച്ച് ഷുഡ് ബി മോർ ദാൻ 30 ഡിഗ്രി. അതായത് ബിയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ദിസ് മച്ച് ആംഗിൾ, ലെറ്റ്സ് സേ ദാറ്റ് ആംഗിൾ ഈസ് ആൽഫ 1 ഷുഡ് ബി എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ അല്ലേ? എന്നാലേ ട്രയാങ്കിൾ എന്താവുള്ളൂ? വെൽ കണ്ടീഷൻ ട്രയാങ്കിളായി മാറുള്ളൂ. അങ്ങനെ നമുക്ക് സ്പെസിഫൈഡ് ആംഗിൾ എടുക്കാം, ഏത് ആംഗിൾ വേണം എടുക്കാം. കണ്ടീഷൻ ഇതാണ്, ആംഗിൾ ഷുഡ് ബി മോർ ദാൻ 30 ഡിഗ്രി. ഓക്കെ, ഒരിക്കലും കുറയാൻ പാടില്ല. സോ അങ്ങനെയാണ്. നോക്കിയേ, ഇവിടുന്ന് നമ്മുടെ ഒരു ലൈൻ എന്ത് ചെയ്യാണ്? ഇവിടേക്ക് ഇന്റർസെക്ട് ചെയ്യാണ്. ഈ ഇന്റർസെക്ഷൻ പോയിന്റ് റേഞ്ച് ലൈനും നമ്മൾ ബോട്ട് മൂവ് ചെയ്യുന്ന ലൈനും ദാറ്റ് ഈസ് റേഞ്ച് ലൈനും ഈ പറയുന്ന ആംഗിൾ ആൽഫ 1 വരുന്ന ഈ ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇത് 1 എന്ന് പറയുന്ന ലൊക്കേഷൻ. അതേപോലെ പിന്നെ നമുക്ക് എന്ത് ലൊക്കേറ്റ് ചെയ്യാം? ബിന്ന് മറ്റൊരു ലൈൻ എടുത്തു, വിച്ച് ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എത്രയാണ്? ആൽഫ 2 ആണ്. തീർച്ചയായിട്ടും മോർ ദാൻ 30 ഡിഗ്രി ആയിരിക്കും. ദെൻ വി ആർ ടേക്കിംഗ് അനദർ ആംഗിൾ. ക്ലിയർ അല്ലേ? ദാറ്റ് ആംഗിൾ വിൽ ബി ഈക്വൽ എന്തായിരിക്കും? ആൽഫ 3 ആയിരിക്കും. ഇങ്ങനെയാണ്. അതായത് 2 കൺട്രോൾ പോയിന്റ്സ് എടുത്തിട്ടുണ്ട് ഷോറിൽ. വി ആർ ടേക്കിംഗ് എ ആൻഡ് ബി ആർ ദ 2 കൺട്രോൾ പോയിന്റ്സ് ഓർ റേഞ്ചസ്. ഒരു റേഞ്ചിന് അല്ലെ, ഈ കൺട്രോൾ പോയിന്റ്സിനാണ് എന്ത് പറയാ? ഈ കൺട്രോൾ പോയിന്റ്സിനെ നമ്മൾ എന്താ പറയാ? റേഞ്ചസ് ഓർ എന്താ പറയാ? നമ്മൾ പറഞ്ഞ പോലെ കൺട്രോൾ പോയിന്റ്.
കൺട്രോൾ പോയിന്റ്. ക്ലിയർ ആണോ? ഈ പോയിന്റിന് അലോങ് ആണ് ബോട്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യാൻ പോകുന്നത്. അടുത്ത പോയിന്റിൽ, അടുത്ത കൺട്രോൾ പോയിന്റ് അല്ലെങ്കിൽ റേഞ്ചിൽ നിന്നാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പല പല ആംഗിൾ എടുക്കും. കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. ക്ലിയർ? വായിച്ചേ. തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റന്റ്. ഓക്കെ, യു ക്യാൻ യൂസ് ഐദർ എ മൈനർ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഈസ് സെക്സ്റ്റന്റ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ബോത്ത് മെഷർ, രണ്ട് ഇൻസ്ട്രുമെന്റ് എന്ത് മെഷർ ചെയ്യും? ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. സോ തിയോഡലൈറ്റ് ഓർ സെക്സ്റ്റന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആംഗിൾ ഇൻ സർവേയിങ്. ഇൻ ദിസ് മെത്തേഡ് ദ സൗണ്ടിങ് ഈസ് ലൊക്കേറ്റഡ് ബൈ മെഷറിംഗ് ആംഗിൾസ് ആണ്. സൗണ്ടിങ് ഈസ് ലൊക്കേറ്റഡ്. എന്താണ് സൗണ്ടിങ് ഈസ് ലൊക്കേറ്റഡ്? മീൻസ് എവിടെ സൗണ്ടിങ് ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ. 1, 2, 3 എന്ന് പറയുന്ന പോയിന്റുകൾ ഏതായിരിക്കണം എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബൈ മെഷറിംഗ് ആംഗിൾസ് ആണ്. ഹിയർ ഓൾസോ ദർ ആർ ലോട്ട്സ് ഓഫ് സബ് ഡിവൈഡഡ് മെത്തേഡ്സ് വിച്ച് ആർ യൂസ് ടു ലൊക്കേറ്റ് സൗണ്ടിങ്. സോ നോക്കിയേ, രണ്ടാമത്തെ മെത്തേഡിൽ ഇത്രയും സബ് ഡിവൈഡഡ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഫസ്റ്റ് മെത്തേഡാണ്. നോക്കിയേ, രണ്ടാമത്തെ മെത്തേഡിൽ 1, 2, 3, 4, 5, 6, 7 മെത്തേഡ് ഉണ്ട്. അതോട് കഴിഞ്ഞ് 7 മെത്തേഡ് ഉണ്ട്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ. ബൈ റേഞ്ച് ആണ് ആൻഡ് ഒരു ആംഗിൾ അല്ലേ എടുത്തിട്ടുള്ളൂ അല്ലേ? ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ബി എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ നിന്ന് ആംഗിൾ എടുക്കുന്നുള്ളൂ അല്ലേ? ബി എന്ന് പറയുന്നത് ഷോറിലെ പോയിന്റ് ആണ്, കരയിലെ പോയിന്റ് ആണ്. അവിടെ നമ്മളാണ് ആംഗിൾ എടുക്കുന്നത്. ആൽഫ 1, ആൽഫ 2, ആൽഫ 3 അല്ലേ? ഒറ്റ ഇൻസ്ട്രുമെന്റേഷനേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ആംഗിൾ ഫ്രം ദ ഷോർ ആണ്. 1 ആംഗിൾ ഫ്രം ദ ഷോർ ആണ്. ക്ലിയർ? സോ അതൊന്ന് വായിച്ചു നോക്കാം എന്താ പരിപാടിയെന്ന്. നോക്കിയേ, അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഒന്ന് റീഡ് ചെയ്തേ. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് ആണ്. യു ക്യാൻ സീ ദ ഇമേജ് ഹിയർ ഓൾസോ. വെയിറ്റ്, എന്താണ് കാണുന്നത്? ഒന്ന് വായിച്ചേ. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ബൈ റേഞ്ച് ആണ് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ. 1 ആംഗിൾ ഫ്രം ദ ബോട്ട് ഈസ് കെപ്റ്റ് ഇൻ റേഞ്ച് ലൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 സിഗ്നൽസ് ഓൺ ദ ഷോർ. സോ എ എന്താണ്? നമ്മളെ ഒരു സിഗ്നലാണ്. ബി എന്താണ്? മറ്റൊരു സിഗ്നലാണ്. എ എന്ന് പറയുന്ന പോയിന്റ് അലോങ് ആണ് റേഞ്ച് ലൈൻ വന്നിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ബോട്ട് ഓടിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ദ ബോട്ട് ഈസ് മൂവ്ഡ് ആൻഡ് ദ പോയിന്റ് വേർ സൗണ്ടിങ് is to be done is observed by theodolite or sextant and the angle is noted. Using this angle we can fix the point in the range. Okay, ഇവിടുന്ന് എടുക്കുന്ന ഓരോ ആംഗിൾ ആ പ്ലോട്ട് ചെയ്യുന്ന ലൈനാണ് എന്ത് ചെയ്യുന്നത്? ഈ റേഞ്ച് ലൈനിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്. All other soundings are observed from the different angles. Okay, and the angle should be more than 30 degree. അതാണ് കണ്ടീഷൻ. Angle should be more than 30 degree. Whenever the angle is less than 30 degree, a new instrumentation എടുക്കണം. അഥവാ ബി എടുക്കുന്ന ആംഗിൾ 30 ഡിഗ്രി കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബി വേറെ എടുക്കണം. ഓക്കെ അല്ലേ? 30 ഡിഗ്രി കൂടുതലാവുന്ന രീതിയിൽ. ദിസ് മെത്തേഡ് ഈസ് സോ ആക്യുറേറ്റ് ആൻഡ് ഈസി ഫോർ പ്ലോട്ടിംഗ് ദ സൗണ്ടിങ് ഡീറ്റെയിൽസ്. ക്ലിയർ ആണോ? അതായത് നമുക്കൊരു റേഞ്ച് ലൈൻ ഉണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ. ദെൻ വി ആർ ഹാവിംഗ് ആംഗിൾ ഫ്രം 1 പോയിന്റ്, വി ആർ ഹാവിംഗ് ആംഗിൾ ഫ്രം അതർ പോയിന്റ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ എടുത്തത്. നോക്കി, എ എന്ന് പറയുന്ന കൺട്രോൾ പോയിന്റ്, ബി എന്ന് പറയുന്ന കൺട്രോൾ പോയിന്റ്. എ എന്ന് പറയുന്ന കൺട്രോൾ പോയിന്റ് അല്ലെങ്കിൽ റേഞ്ചിന് അലോങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോട്ട് ഓടിക്കുന്നത്. ബിന്ന് നമ്മൾ ഡിഫറെൻറ്റ് ആംഗിൾ എടുക്കും. ആ ആംഗിൾ എടുത്തിരിക്കുന്ന ലൈൻ എന്ത് ചെയ്യാണ്? റേഞ്ച് ലൈനിൽ ഇന്റർസെക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് 1, 2, 3 കിട്ടുന്നത്. 1, 2, 3 കിട്ടിയാൽ മതി. എല്ലാ മെത്തേഡിലും 1, 2, 3 കിട്ടിയാൽ മതി. അതായത് സൗണ്ടിങ് എവിടെ ചെയ്യണം എന്നുള്ളത്. 1ൽ ചെയ്യണം, 2ൽ ചെയ്യണം, 3ൽ ചെയ്യണം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് മെത്തേഡ്. അതായത് രണ്ടാമത്തെ മെത്തേഡിന്റെ രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡിന്റെ സെക്കൻഡ് മെത്തേഡ് ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട് ആണ്. നേരത്തെ എന്തായിരുന്നു? ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ ആണ്. അതായത് ബി എവിടെയായിരുന്നോ? ബി ഷോറിലായിരുന്നു. എയും ബിയും ഷോറിലാണ്. ഇപ്പം എങ്ങനെയാ അവസ്ഥ? ഇപ്പം നോക്കിയേ, ആൻഡ് ബിയിലായിരുന്നു ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നത് അല്ലേ? ബിയിലായിരുന്നു ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ് എവിടെ ഉണ്ടാവുക? ഇൻസ്ട്രുമെന്റ്. ഇനി നമ്മൾ ആംഗിൾ എടുക്കാൻ പോകുന്നത് ഇവിടുന്നാണ്. നോക്കിയേ, ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട് ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സിമിലർ ബൈ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ, ബട്ട് ഇൻ ദിസ് കേസ് ദ ആംഗുലാർ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഫ്രം ദ ബോട്ട് ടു ഡിഫറൻസിയേഷൻ പൊസിഷൻ ഓൺ ദ ഷോർ ആണ്. നോക്കിയേ, നേരത്തെ ഫിഗറിൽ ലുക്ക് അറ്റ് ഹിയർ, ബി എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു എന്തുണ്ടായിരുന്നത്? നോക്കിയേ, ബി എന്ന് പറയുന്ന പോയിന്റിലാണ് തിയോഡലൈറ്റ് ഉണ്ടായിരുന്നത്. ഇതാ 1ൽ ബോട്ടാണ്. ഇവിടെ ബോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബോട്ട് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ബോട്ട് ഇവിടെ കൊണ്ടുവന്നു. സോ തിയോഡലൈറ്റ് എവിടെയായിരുന്നു? കരയിലായിരുന്നു. ഓക്കെ, ബട്ട് ഇൻ ദിസ് മെത്തേഡ് എവിടെ? ഫ്രം ദ ബോട്ട്. 1 ആംഗിൾ ഫ്രം ദ ബോട്ട് ആണെങ്കിൽ എവിടെയാണോ ഇൻസ്ട്രുമെന്റ് ഉള്ളത്? ഓൺ ദ ബോട്ട് ആണ്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ഈസ് അറ്റ് ദ ബോട്ട് ആണ്. ദിസ് ഓൾസോ ഹാവിംഗ് ദ സെയിം ആക്യുറസി ഓഫ് ദ ടു ദ റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ ആണ്.
അല്ലെ ഷോറിൽ നിന്ന് എടുക്കുന്ന അതേ ആക്യുറസി ആണ്. ബട്ട് അഡ്വാൻറ്റേജ് എന്താണ്? ദിസ് മെത്തേഡ് ഹാസ് എ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു മെഷർ ആംഗിൾസ് ഫ്രം ദ ഷോർ. ഷോറിന് ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ടു ഡിഫറൻസിയേഷൻ വെൻ കമ്പയർഡ് ടു ആംഗിൾസ് ഒബ്സർവ്ഡ് ഫ്രം ദ ബോട്ട് ടു ഓൾ സ്റ്റേഷൻ. അതായത് നോക്കിയ സംഭവം സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ ഫിഗർ നമുക്കൊന്ന് വരച്ചു നോക്കാം, നമുക്ക് മനസ്സിലാവുന്ന രീതി വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഏത്? ഇതാണ് നമ്മുടെ തീരം ആൻഡ് ഇതാണ് നമ്മുടെ ഏത്? ഷോർ ലൈൻ. ഷോർ ലൈനിൽ നിങ്ങൾ പോയിന്റ് എടുത്തു, ഇതാണ് പോയിന്റ് ബി. ഓക്കെ, ആൻഡ് ഇതാണ് പോയിന്റ് എ. ഓക്കെ, സോ ഇതാണ് വാട്ടർ ബോഡി. നിങ്ങൾ എന്താ എങ്ങനെയാണ് കപ്പൽ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഷിപ്പ് ഓടിക്കുന്നത്? യെസ്, യു ആർ ഗോയിങ് ടു എന്താണ് ഷിപ്പ് നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് ഈ റേഞ്ച് ലൈനിലൂടെയാണ്. ക്ലിയർ ആണോ? ഈ റേഞ്ച് ലൈനിലൂടെയാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണ്? യു ആർ ഗോയിങ് ടു ആംഗിൾ. യെസ്, ഇൻസ്ട്രുമെന്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇൻസ്ട്രുമെന്റ് ബോട്ടിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ബിയിലേക്ക് നോക്കും ആൻഡ് ദിസ് ആംഗിൾ ഈസ് β1. ആ β1 ആംഗിൾ എന്തായിരിക്കണം? 30 ഡിഗ്രി കൂടുതലായിരിക്കണം. അത്തരത്തിലായിരിക്കണം പൊസിഷൻ 1 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത്തരത്തിലായിരിക്കണം പൊസിഷൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് മൂവ് ചെയ്യും ഈ ലൈനിലൂടെ. എന്നിട്ട് മറ്റൊരു പോയിന്റിൽ നിന്ന് വീണ്ടും നിങ്ങൾ ആംഗിൾ എടുത്ത് നോക്കും. ആ ആംഗിളാണ് എന്ത്? β2 എന്ന് പറയുന്നത്. ഇതാണ്, അങ്ങനെയാണ് 2 എന്ന് പറയുന്ന പൊസിഷൻ. സച്ച് ദാറ്റ് β2 എന്തായിരിക്കണം? 30 ഡിഗ്രി കൂടുതലായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് മൂവ് ചെയ്തു അലോങ് ദിസ് റേഞ്ച് ലൈൻ. പിന്നെ നിങ്ങൾ ബിയിലേക്ക് നോക്കി. അപ്പോൾ ആംഗിൾ എത്രയാണ്? β3 ആണ്. ആൻഡ് ആ ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 3 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഈ സാർ ഓക്കെ യെസ്, ക്ലിയർ? യെസ്. ഇനി നോക്കാം, അടുത്ത് നോക്കിയേ. ആ ഹെഡിങ് തന്നെ കാര്യങ്ങൾ കിട്ടണം. യെസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഹെഡിങ്. ഇനി എന്താ പരിപാടി? ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ബൈ 2 ആംഗിൾസ്. ഇനി 2 ആംഗിൾ. ഇത്രയും നേരം ഒരു ആംഗിൾ എടുത്തുള്ളൂ. ആദ്യം തിയോഡലായിട്ട് കരയിലായിരുന്നു, രണ്ടാമത്തെ മെത്തേഡിൽ തിയോഡലായിട്ട് ബോട്ടിലായിരുന്നു. എല്ലാ സമയത്തും ഒരേ ആംഗിളാണ് എടുത്തത്. അതായത് ആംഗിൾ എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റേഷനാണ്. ഇനി ബൈ 2 ആംഗിൾസ് ഫ്രം ദ ഷോറിലാണ്, കരയിലാണ്. അതായത് എന്നും ബിന്നും ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നിങ്ങൾ ആംഗിൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. നോക്കിയാൽ 2 ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ആർ ഫിക്സ്ഡ് ഓൺ ദ ഷോർ ആണ് വിത്ത് പ്രോപ്പർ ഡിസ്റ്റൻസ് ആൻഡ് 2 ഇൻസ്ട്രുമെന്റ് വേണം ആൻഡ് 2 ഇൻസ്ട്രുമെന്റ് മെൻസ് ആർ റിക്വയർഡ് ഫോർ ദിസ് പർപ്പസ്. ഫ്രം ദ 2 ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ angular observations are made and a point is located where the sounding is measured. ഇവിടെയും എന്താണ്? If the angle made by the instrument is less than 30 degree, then a new instrument station is selected. When it happens, the primary setting out and the erecting ranges signals are eliminated. This method is useful when the water currents are strong and difficult to row the boat along the range line. അതാണ് ആദ്യത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യം ഇതാണ്, വാട്ടർ കറണ്ട് എന്താണ്? വളരെ സ്ട്രോങ് ആണ് അല്ലെ, കുത്തി ഒഴുകുന്ന പുഴയാണ്. അതിലൂടെ നമുക്ക് ബോട്ട് ഓടിച്ച് പോകാൻ പറ്റില്ല, ബോട്ട് നമുക്ക് റോ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ആ സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ആൻസർ ചെയ്യേണ്ടത് എന്താണ്? ഇതാണ്. ദാറ്റ് ഈസ് ബൈ 2 ആംഗിൾ ഫ്രം ദ ഷോർ ആണ്. കരയിൽ നിങ്ങൾ 2 ആംഗിൾ എടുക്കണം. നോക്കിയേ, സോ നോക്കിയേ. ഇതാണ് നമ്മുടെ ഏത്? റിവറിന്റെ ബൗണ്ടറി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് റിവറിന്റെ ബൗണ്ടറി നമ്മൾ പറയുന്നത്. നിങ്ങൾ കരയിൽ എടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് എ. യെസ്, കരയിൽ എടുക്കുന്ന മറ്റേ പോയിന്റ് ആണ് ബി. സോ ഷോറിലല്ലേ 2 പോയിന്റ്? ഇതാണ് വാട്ടർ, ഇതാണ് ഷോർ. ഓക്കെ, സോ ദീസ് ആർ ദ കൺട്രോൾ പോയിന്റ്സ് എ ആൻഡ് ബി. എയിലും തിയോഡലായിട്ടുണ്ട്, ബിയിലും എന്തുണ്ട്? തിയോഡലായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എയിലും ബിയിലും എന്തുണ്ട്? തിയോഡലായിട്ടുണ്ട്. ആൻഡ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ്, നമ്മൾ ഇനി ബോട്ട് ഓടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു കൺസിഡർ എ ലൈൻ at a distance x ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റോ ദ ബോട്ട് ആണ്. ഓക്കെ, സോ എന്ന് എക്സ് ഡിസ്റ്റൻസിലൂടെയുള്ള ലൈൻ, ഇതിനെയാണ് നമ്മളിപ്പോൾ റേഞ്ച് ലൈൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇതാണ് റേഞ്ച് ലൈൻ. ദിസ് ഈസ് ഗോൺ ബി ദ റേഞ്ച് ലൈൻ. ആൻഡ് ഫസ്റ്റ് ഈ പൊസിഷൻ എങ്ങനെ കിട്ടുക? ഈ പൊസിഷൻ എങ്ങനെയാണ്? 1 എന്ന് പറയുന്ന പൊസിഷൻ എങ്ങനെ കിട്ടുക? നിങ്ങൾ എ എന്ന് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എടുക്കുന്നു, ബി എന്ന് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ എടുക്കുന്നു. എന്താ കണ്ടീഷൻ? ആൽഫ ആൻഡ് ബീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. അതേ ഒരു കണ്ടീഷൻ ഉള്ളൂ. ഓക്കെ, അങ്ങനെ മോർ ദാൻ 30 ഡിഗ്രി എടുത്തിട്ട് 2 ലൈൻ എടുക്കുന്നു. ആ 2 ലൈൻ്റെ ഇന്റർസെക്ഷൻ എവിടെയാണോ വരുന്നത് അതായിരിക്കും ആദ്യം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യേണ്ട പോയിന്റ്. നിങ്ങൾ ഡെപ്ത് ലൊക്കേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് ഇതായിരിക്കും. ക്ലിയർ? ഈ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വൈഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ ആണോ? നോക്കിയേ, ചോദ്യം ഇതാണ്. When the currents are strong and it is difficult to row the boat, which method? Match the following. By 2 angles from the shore. ഷോറിൽ നിന്നും 2 ആംഗിൾ ഇല്ലേ? എടോ, എയിലും ബിയിലും എന്തുണ്ട്? തിയോഡലായിട്ടുണ്ട്. ക്ലിയർ? യെസ്, ഇതിൻ്റെ വേരിയേഷനാണ് ഇനി വരാൻ പോകുന്നത്. ഇനിയുള്ളതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി എവിടെ ആയിരിക്കടോ? 2 ആംഗിൾസ് ആണ്. പക്ഷേ എവിടെ നിന്നായിരിക്കും? ബോട്ടിൽ നിന്നായിരിക്കും. നേരത്തെ ഷോറിൽ നിന്നായിരുന്നു. ഇനി എന്താണ്? 2 ആംഗിൾസ് ഫ്രം ദ ബോട്ടാണ്.
നോക്കിയേ, ബൈ 2 ആംഗിൾസ് ആണ്, 2 ആംഗിൾ ആണ് ഫ്രം ദ ബോട്ട്. നേരത്തെ 2 ആംഗിൾസ് ഫ്രം ദ ഷോർ ആയിരുന്നു, ഇപ്പോൾ ഫ്രം ദ ബോട്ടായി. ഇൻ ദിസ് മെത്തേഡ് 3 കോൺസ്റ്റന്റ് പോയിന്റ്സ് ഓൺ ദ ഷോർ ആർ സെലക്ടഡ്. 3 പോയിന്റുകൾ എടുക്കും. ഓക്കെ, നോക്കിയേ 3 പോയിന്റുകൾ. നേരത്തെ ഒക്കെ 2 പോയിന്റ് എടുത്തുള്ളൂ, ഇപ്പോൾ 3 പോയിന്റ് എടുക്കുന്നുണ്ട്. യൂസിങ് 3-point problems, boat is positioned in the range line and angles are observed from the boat to the two of the three non position. Clear അല്ലേ? നോക്കി എന്താ സംഭവം? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാണ്? ലെറ്റ് മീ സൂം ദിസ് ഫിഗർ. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് വരയ്ക്കുന്നില്ല. നോക്കിയേ, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ തീരം. ഇതാണ് തീരം. ഓക്കെ, ഇതാണ് വാട്ടർ. ഒബ്വിയസ്ലി വാട്ടറിലാണ് പോയിന്റ് കൊടുക്കുക. ആൻഡ് ആദ്യം നിങ്ങൾ ഏത് പോയിന്റ് സെലക്ട് ചെയ്തു? എ എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ നിങ്ങൾ സി എന്ന് പറയുന്ന പോയിന്റ്. ആൻഡ് മറ്റൊരു പോയിന്റ് ബി സെലക്ട് ചെയ്തു. ഈ ബീന് എലോങ് ആയിരിക്കും നമ്മൾ ഇനി കപ്പൽ അല്ലെങ്കിൽ ബോട്ട് ഓടിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഈ ബീന് എലോങ് ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ഷിപ്പ് നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ റേഞ്ച് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ആംഗിൾ എവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്? നിങ്ങൾ ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തു ആൻഡ് ഒരു പോയിന്റിലെത്തിയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? യെസ്, ഇവിടുന്ന് നിങ്ങൾ ആദ്യം എയിലേക്ക് നോക്കി. സോ ആരോ മാർക്ക് ഇടാണ്. ആ ആംഗിൾ എത്ര കൊടുത്തു? ആൽഫ കൊടുത്തു. ഇവിടെ നിങ്ങൾ ബിയിലേക്ക് നോക്കി, സിയിലേക്ക് നോക്കി. ആ ആംഗിൾ എത്ര കൊടുത്തു? ബീറ്റ എന്ന് കൊടുത്തു. കണ്ടീഷൻ എന്തായിരിക്കണം? ആൽഫ ആൻഡ് ബീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആവുന്ന രീതിയിലായിരിക്കണം ഈ പോയിന്റ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് പൊസിഷൻ 1 എന്ന് പറയാം. ക്ലിയർ ആണോ? സോ ഇപ്പോൾ ആംഗിൾ എടുത്ത് എവിടെയാണോ? ഇൻസ്ട്രുമെന്റ് എവിടെയാണ്? ഇൻസ്ട്രുമെന്റ് എവിടെയാണ്? യെസ്, ബോട്ടിലാണ്. എത്ര ആംഗിൾ എടുത്തു? 2 ആംഗിൾ എടുത്തു. യെസ്, 2 പോയിന്റ്സിലേക്കും എയിലേക്കും സിയിലേക്കും നിങ്ങൾ ആൽഫ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ എടുത്തു. ബോത്ത് ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഹെഡിങ് വായിച്ചേ. ദാറ്റ് ഈസ് ദ ബൈ 2 ആംഗിൾസ് ഫ്രം ദ ബോട്ട്. നോക്കിയേ, ദ നോൺ പൊസിഷൻ മേ ബി ചിലപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ആവാം, ഒരു ചർച്ച് സ്പയർ ആവാം, എക്സെട്ര ലൈക്ക് ഒബ്ജക്ട് ഓൺ ദ ഷോർ. If the fixed positions are not available, then go for shore signals or ranging roads ആണ്. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെ എന്തെങ്കിലും അറിയാവുന്ന പോയിന്റുകൾ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് മെത്തേഡ്. ഇനി ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് പരിപാടി. ക്ലിയർ അല്ലേ? ഇനി നോക്കിയിടാം എങ്ങനെയാണ്? ബൈ 1 ആംഗിൾ ഫ്രം ദ ഷോർ ആണ് ആൻഡ് അനദർ ആംഗിൾ ഓർ 1 ആംഗിൾ ഫ്രം ദ ബോട്ട് ആണ്. 2 ആംഗിൾ എടുക്കാൻ പോവാണ്. ഒരു ആംഗിൾ ബോട്ടിൽ നിന്ന് എടുക്കും, ഒരു ആംഗിൾ ഷോറിൽ നിന്ന് എടുക്കും. ഓക്കെ, അതെന്താണ് പരിപാടി? നോക്കിയേ, ദിസ് മെത്തേഡ് ഓൾസോ റിക്വയർ 2 ഇൻസ്ട്രുമെന്റേഷൻ. 2 ഇൻസ്ട്രുമെന്റേഷൻ വേണം ആൻഡ് 2 men to operate. സോ ഡിഫറെൻറ്റ് പോയിന്റിലാണ് ഇൻസ്ട്രുമെന്റിൽ ഇത്. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് അബൌട്ട് 2 മെത്തേഡ്സ്. നേരത്തെ പറഞ്ഞ 2 മെത്തേഡിന്റെ കോമ്പിനേഷൻ ആണ്. 2 ഇൻസ്ട്രുമെന്റ് പോയിന്റ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഷോർ ആൻഡ് ഇൻസ്ട്രുമെന്റ് ഈസ് പ്ലേസ്ഡ് ഓൺലി അറ്റ് 1 point. അതർ ഇൻസ്ട്രുമെന്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ബോട്ട് ആണ്. ക്ലിയർ? യെസ്, ദ ഫസ്റ്റ് ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം ദ ഫസ്റ്റ് പോയിന്റ് on the shore to the boat and the second angle is measured from the boat to the second point on the shore. അതെന്താണ് സംഭവം? നോക്കിയേ, അതെന്താണ് സംഭവം? Look at this figure again. ഓക്കെ, ഇനി നമ്മൾ വരക്കണമെന്നില്ല. ഇതാണ് നമ്മുടെ തീരം. തീരം കാണുന്നുണ്ടോ? യെസ്, ദിസ് ഈസ് എ തീരം, ദിസ് ഈസ് എ ഷോർ. ആദ്യം എന്താ പറയുന്നത്? യു ഹാവ് ടു സെലക്ട് 2 points. എ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്? ബി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? ആൻഡ് എന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ റേഞ്ച് ലൈൻ ഉള്ളത്. സോ ഇതെന്താണ് നമ്മുടെ ഇതിലൂടെയാണ് നിങ്ങൾ ബോട്ട് ഓടിക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ റേഞ്ച് ലൈൻ ആണ്. ക്ലിയർ അല്ലേ? നിങ്ങളെ തിയോഡലായിട്ട് ഒന്ന് ഇവിടെയാണുള്ളത്. സോ T1 എന്ന് എഴുതുകയാണ്. ഒരു തിയോഡലായിട്ട് ഇവിടെയുള്ളത്. അടുത്ത തിയോഡലായിട്ട് ബോട്ട് ഇവിടെയാണ്. ഓക്കെ, ഹിയർ വി ആർ ഹാവിംഗ് ബോട്ട്. ഈ ബോട്ടിലാണ് നമുക്ക് എന്തുള്ളത്? അടുത്ത തിയോഡലായിട്ട് T2 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, T2 എന്താണോ? ഒരു തിയോഡലായിട്ട് ഇവിടെ. T1 എന്താണ്? ഒരു തിയോഡലായിട്ട് ഇവിടെ. ഓക്കെ, ഒന്ന് കരയിലാണ്, ഒന്ന് ബോട്ടിലാണ്. ആദ്യം നിങ്ങൾ എന്താ എടുക്കുന്നത്? നിങ്ങൾ എ എന്ന് പറയുന്ന പോയിന്റ് നിന്ന് ബോട്ടിലേക്ക് ആംഗിൾ എടുത്തു. ഓക്കെ, ഞാൻ എറോ മാർക്ക് കൊടുക്കുകയാണ്. ഇതാണ് ആംഗിൾ. ദിസ് ആംഗിൾ ഈസ് ആൽഫ. ആൽഫ എന്തായിരിക്കണം? ആൽഫ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആയിരിക്കണം. ആൻഡ് പിന്നെ നിങ്ങൾ എവിടെ ആംഗിൾ എടുക്കുന്നത്? പിന്നെ നിങ്ങൾ ബോട്ടിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? അടുത്ത കൺട്രോൾ പോയിന്റിലേക്ക് ആംഗിൾ എടുക്കുകയാണ്. അതാണ് ബീറ്റ എന്ന് പറയുന്ന കാര്യം. ആംഗിൾ ബീറ്റ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആയിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റിനാണ് നമ്മൾ പൊസിഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എന്ത് ചെയ്യും? നമ്മൾ സൗണ്ടിങ് നടത്തും. ക്ലിയർ ആണോ? സോ 1 ആംഗിൾ ഫ്രം ദ ബോട്ട്, 1 ആംഗിൾ ഫ്രം ദ ഷോർ. ഈസ് ദാറ്റ് ഓക്കെ? ബാക്കി വായിച്ചേ. യെസ്, എന്താണ്? ദ ഫസ്റ്റ് ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം ദ ഫസ്റ്റ് പോയിന്റ്, അതായത് എ, ഓൺ ദ ഷോർ ടു ദ ബോട്ട്, ദാറ്റ് ഈസ് എ എന്ന് ബോട്ടിലേക്ക്. ആൻഡ് ദ സെക്കൻഡ് ആംഗിൾ ഈസ് മെഷേർഡ് ഫ്രം ദ ബോട്ട്, അതായത് ബോട്ടിൽ നിന്ന് ടു ദ സെക്കൻഡ് പോയിന്റ് ഓൺ ദ ഷോർ, ദാറ്റ് ഈസ് ബോട്ടിൽ നിന്ന് ബിയിലേക്ക്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കിയേ. അടുത്ത മെത്തേഡ് നോക്കിയേ. നെക്സ്റ്റ് മെത്തേഡ്. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് മെത്തേഡ്. നോക്കൂ. ബൈ ഇന്റർസെക്റ്റിംഗ് ആംഗിൾസ് ആണ്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ബൈ ഇന്റർസെക്റ്റിംഗ് ആംഗിൾസ്.
ഹിയർ സൗണ്ടിങ് ഈസ് ഡിറ്റർമൈൻഡ് പീരിയോഡിക്കലി അറ്റ് ദ സെയിം പോയിന്റ്സ് എന്ന ഡയലോഗ് നിങ്ങളുടെ ക്വസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ബൈ ഇന്റർസെക്റ്റിംഗ് ആംഗിൾസ് ആണ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. മെത്തേഡ് മനസ്സിലാക്കുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. പീരിയോഡിക്കലി അറ്റ് ദ സെയിം പോയിന്റ്സ് ആണെങ്കിൽ അതെന്താണ് മെത്തേഡ്? ഇന്റർസെക്റ്റിംഗ് ആംഗിൾസ് ആണ്. എസെൻഷ്യലി യൂസ്ഡ് ഫോർ ഹാർബേഴ്സ് ആൻഡ് റിസർവോയർസ് ആണ് മറ്റൊരു ചോദ്യം. എന്താ ഇവിടെ പരിപാടി? എ നമ്പർ ഓഫ് സിഗ്നൽസ് ഓർ കൺട്രോൾ പോയിന്റ്സ് ആർ ഇറക്റ്റഡ് ഓൺ ദ ഷോർ. ഇവിടെ 1-2 പോയിന്റ് അല്ല, ഇത്രയും നേരം നമ്മൾ 2 പോയിന്റ് 3 പോയിന്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ. ഇവിടെ കണ്ടമാനം നമ്പർ ഓഫ് കൺട്രോൾ പോയിന്റ്സ് ഓർ സിഗ്നൽസ് ആർ സെലക്ടഡ് ഓർ ഇറക്റ്റഡ് ഓൺ ദ ഷോർ ആൻഡ് ദ ബോട്ട് ഈസ് റോഡ് പെർപെൻഡിക്കുലർ ടു ദ shore and the sounding is measured at the point where the inclined line of signal intersect the line of signal next to it. എന്താണ് സംഭവം നോക്കിയേ. ഈ ഫിഗറിൽ if you zoom it okay, that is a maximum zoom. നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരുപാട് ഫ്ലാഗ് വെച്ച പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഫ്ലാഗ് ഉണ്ട്. യെസ്, ഇത് ബ്ലാക്ക് കളർ ഫ്ലാഗ് ആണ്. ആൻഡ് ഇവിടെ വൈറ്റ് കളർ ഫ്ലാഗ് ഉണ്ട്. ഇവിടെ ബ്ലാക്ക് കളർ ഫ്ലാഗ് പിന്നെയുണ്ട്. ഇവിടെ പിന്നെയുണ്ട്. യെസ് ലൈറ്റ് ബ്ലാക്ക് കളർ ഫ്ലാഗ് ഉണ്ട്. സോ ഈ ഒരു ഫ്ലാഗ് ആണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന റേഞ്ച് ലൈൻസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോൾ പോയിന്റ്സ്. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പെർപെൻഡിക്കുലർ ആയിട്ട് തീരം കാണുന്നുണ്ട്. ഇതാണ് തീരം. ഓക്കെ, ദിസ് ഇസ് എ ഷോർ പോയിന്റ്. ഷോറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് എന്തെടുത്തിട്ടുണ്ട് നമ്മൾ? കൺട്രോൾ പോയിന്റുകൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എല്ലാ കൺട്രോൾ പോയിന്റ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് അല്ലെ റേഞ്ച് ലൈൻസ് നമ്മൾ വഴി അല്ലെങ്കിൽ ഈ എല്ലാ റേഞ്ച് ലൈൻസിലൂടെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനി എവിടെയാണ് ലൊക്കേഷൻ വരാൻ പോകുന്നത്? ലൊക്കേഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്? നോക്കിയേ. യെസ്, ഇഫ് യു ടേക്ക് ഫ്രം ദിസ് ഫ്ലാഗ്, ഈ ഫ്ലാഗ് എന്ന് ഒരു പർട്ടിക്കുലർ ഇൻക്ലിനേഷൻ ലൈൻ എടുക്കുകയാണ്. അത് എവിടെ ഇന്റർസെക്ട് ആവുന്നു? സോ അതാണ് പൊസിഷൻ നമ്പർ 1. അതേപോലെ അടുത്ത പോയിന്റ് നിന്ന് ഈ ഫ്ലാഗിലൂടെ വന്ന് നിങ്ങൾ നോക്കി ഈ ലൈനിൽ ഇവിടെ ഇന്റർസെക്ട് ചെയ്യും. സോ ഇതാണ് പൊസിഷൻ നമ്പർ 2. ഇതും എന്ത് തന്നെയാണ്? ഇത് അടുത്ത ലൈൻ്റെ പൊസിഷൻ നമ്പർ 1 ആണ്. ക്ലിയർ ആണോ? സോ എട്ട് എ കോൺസ്റ്റന്റ് പീരീഡ്. ഇവിടെ നോക്കിയേ, അടുത്ത ഫ്ലാഗിൽ നിന്ന് ഇൻക്ലിനേഷൻ എടുത്തു. അത് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത്? അത് ഇവിടെ ഇന്റർസെക്ട് ആകുന്നുണ്ട്. ദിസ് ഇസ് പൊസിഷൻ നമ്പർ 3 ആൻഡ് അത് അടുത്ത ലൈൻ്റെ പൊസിഷൻ നമ്പർ 2 ആണ്. സോ പീരിയോഡിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡെപ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. വെരി ആക്യുറേറ്റ് മെത്തേഡാണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള മെത്തേഡാണ്. ക്ലിയർ അല്ലേ? സോ റീഡ് ദ പോയിന്റ് അഗെയിൻ. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കിയേ, സൗണ്ടിങ് ഈസ് ഡിറ്റർമൈൻഡ് പീരിയോഡിക്കലി അറ്റ് ദ സെയിം പോയിന്റ്. ക്ലിയർ അല്ലേ? ആദ്യം 1 ഇവിടെ, പിന്നെ കുറച്ചുകൂടി ഇപ്പുറത്ത്. ഇതാ നോക്കിയാൽ ഇവിടെ 1 ആവൂലേ? ഇതെന്തായി മാറും? പിന്നെ 1 ആവും. ഇത് മൂന്നാമത്തെ 1 ആയി. ക്ലിയർ ആണോ? സോ പീരിയോഡിക്കലി 1 ഇവിടെ, ആദ്യം 1 ഇവിടെ, പിന്നെ 1 ഇവിടെ. സോ പീരിയോഡിക്കലി 1 വരികയാണ്. എട്ട് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, യെസ്. എസെൻഷ്യൽ ഫോർ ഹാർബർ ആൻഡ് റിസർവോയർ. അതായത് നല്ലപോലെ ഡെപ്ത് പീരിയോഡിക് ആയിട്ട് നമുക്ക് അറിയണം. കാരണം കപ്പലൊക്കെ വരാനുള്ളതാണ്. ഹാർബർ ഒക്കെ ആണെങ്കിൽ, റിസർവോയർ ഒക്കെ ആണെങ്കിൽ അല്ലെ, നമുക്ക് എത്ര ഡെപ്തോ, റിസർവോയർ ആണെങ്കിൽ എത്ര ഡെപ്ത് ഇത്ര സ്ഥലത്തുണ്ട് എന്നൊക്കെ അറിയണം. എന്നാലേ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷനൊക്കെ നടക്കുള്ളൂ അല്ലേ. ഹാർബർ ആണെങ്കിൽ അവിടെ ഒരുപാട് വെസൽസ് ഒക്കെ മൂറിങ്ങിന് വേണ്ടി, പാർക്കിങ്ങിന് വേണ്ടി വരുന്നതാണ്. സോ എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് ഡെപ്ത് നമുക്ക് അറിയണം. ഓക്കെ, അതുകൊണ്ടാണ് പീരിയോഡിക് ആയിട്ടുള്ള ചെക്കിങ് നടത്തുന്നത്. നോക്കിയേ, എ നമ്പർ ഓഫ് സിഗ്നൽസ് ആർ ഇറക്റ്റഡ് ഓൺ ദ ഷോർ ആണ്. അതാണ് ഈ ഫ്ലാഗ് കാണിച്ചിരിക്കുന്നത്. ഷോറിൽ ഒരുപാട് നമുക്കറിയാവുന്ന കൺട്രോൾ പോയിന്റ്സ് ഉണ്ട്. ആൻഡ് ദ ബോട്ട് ഈസ് റോഡ് പെർപെൻഡിക്കുലർ ടു ദ ഷോർ ആൻഡ് സൗണ്ടിങ് ഈസ് മെഷേർഡ്. സോ ഈ പറയുന്ന ലൈൻസിലൂടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ബോട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഓടിക്കും. ഓക്കെ, ആൻഡ് സൗണ്ടിങ് ഈസ് മെഷേർഡ് അറ്റ് പോയിന്റ്സ് വേർ ഇൻക്ലൈൻഡ് ലൈൻസ് ഓഫ് സിഗ്നൽ intersect the line of signal next to it. Clear അല്ലേ? എന്തോ ഒരു ഇൻക്ലിനേഷനിൽ അല്ലേ, വിച്ച് ഷുഡ് ബി മോർ ദാൻ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻസ് ഈ പെർപെൻഡിക്കുലർ ലൈൻസിനെ എവിടെയൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്നോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സൗണ്ടിങ് നടത്തും. അപ്പോൾ നമുക്ക് പീരിയോഡിക് ആയിട്ട് എന്ത് കിട്ടുകയാണ്? പറയൂ. നമുക്ക് വി ആർ ഒബ്റ്റൈനിങ് സൗണ്ടിങ് ആണ്. നോക്കിയേ, ഈ വരച്ചിരിക്കുന്ന എല്ലാ പെർപെൻഡിക്കുലർ ബ്ലൂ ലൈൻസും എന്താണ്? ഓൾ ആർ റേഞ്ച് ലൈൻസ്. ഒരുപാട് റേഞ്ച് ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് റേഞ്ച് ലൈനുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് മെത്തേഡാണ്. പീരിയോഡിക് ആയിട്ടാണ് സൗണ്ടിങ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് മെത്തേഡാണ്. ഹാർബറിന് വേണ്ടി, റിസർവോയറിന് വേണ്ടി ഏതാണ്? ഇന്റർസെക്റ്റിംഗ് മെത്തേഡാണ്. നോക്കി, ഹാർബറും റിസർവോയറും ഒക്കെ നമുക്ക് ഡെപ്ത് ഒക്കെ എല്ലാ പോയിന്റിലും നല്ലപോലെ അറിയണം. വേറെ ഒരു പരിപാടി പോലെയല്ല, എല്ലാ പോയിന്റിലും വളരെ വ്യക്തമായിട്ട് അറിയണം. സോ ഏതാ ബെസ്റ്റ്? ഏതാണ്? ഇന്റർസെക്റ്റിംഗ് മെത്തേഡ്. ക്ലിയർ? യെസ്. നൗ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. നോക്കിയേ, ഏതൊക്കെയായിരുന്നു മെത്തേഡ് ഉണ്ടായിരുന്നത്? മെത്തേഡ് ഏതൊക്കെയുണ്ടായിരുന്നു? നോക്കിയേ, കൺഫ്യൂഷൻ ആവരുത്. ലെറ്റ് മീ കൺക്ലൂഡ് ദ പോയിന്റ്. യെസ് ലെറ്റ് മീ ലുക്ക് അറ്റ് ദ പോയിന്റ്. വെയിറ്റ്, ഇവിടെ നോക്കിയേ, മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? സാധാരണ സൗണ്ടിങ് നടത്തുന്ന മെത്തേഡ് ഏതൊക്കെയാണ്? ഒന്ന്,
കോണിംഗ് ബൈ ദ സർവേ വെസലാണ്. അതിൽ രണ്ട് മെത്തേഡാണ്, ലൊക്കേഷൻ ബൈ റോപ്പ്, ലൊക്കേഷൻ ബൈ റേഞ്ച് ആൻഡ് ടൈം ഇൻ്റർവെൽ. ഓക്കെ അല്ലേ? വെയിറ്റ്, ക്ലിയർ അല്ലേ? സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, ഇതാണ് ഏറ്റവും ഫസ്റ്റ് മെത്തേഡ്, കോണിംഗ് ബൈ വെസലാണ്. ഇതിലെന്തുണ്ട്? ഇതിൽ രണ്ട് മെത്തേഡ്സ് വേറെ ഉണ്ട്. ക്ലിയർ അല്ലേ? ദെൻ സെക്കൻഡ് മെത്തേഡ് ഏതായിരുന്നു? ഒബ്സർവേഷൻ വിത്ത് സർവേ വെസലാണ്. ഒബ്സർവേഷൻ വിത്ത് സർവേ വെസലാണ്. ക്ലിയർ അല്ലേ? അതിലിപ്പോൾ ഒരു 6 മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതിലിപ്പോൾ ഒരു 6 മെത്തേഡ് നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്, ഇല്ല, അതിൽ 6 മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിലെ ടാക്യോമീറ്ററും കൂടി നമുക്ക് പറയാനുണ്ട്. ക്ലിയർ അല്ലേ? സോ രണ്ടാമത്തെ മെത്തേഡിലെ ഏതൊക്കെയായിരുന്നു സബ് മെത്തേഡ്സ് നോക്കിയേ? യെസ്, സെക്കൻഡ് മെത്തേഡിലെ സബ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? യെസ്, യു ക്യാൻ സീ ഹിയർ. നമ്മളിപ്പോൾ ഏത് പറഞ്ഞു? യെസ്, റേഞ്ച്. ഇത് നോക്കിയേ, റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ഷോർ, റേഞ്ച് ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട്, 2 ആംഗിൾസ് ഫ്രം ദ ഷോർ, 2 ആംഗിൾസ് ഫ്രം ദ ബോട്ട്, 1 ആംഗിൾ ഫ്രം ദ ഷോർ ആൻഡ് 1 ആംഗിൾ ഫ്രം ദ ബോട്ട്. ഇപ്പോൾ നമ്മൾ ഏത് പറഞ്ഞു കഴിഞ്ഞു? ബൈ ഇൻ്റർസെക്റ്റിംഗ് ആംഗിൾ. ഇനി ഏതും കൂടി ഉണ്ട് ഇവിടെ? ടാക്യോമെട്രിയും കൂടി ഉണ്ട്. സോ അതുകൂടി പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ മെത്തേഡ് അവസാനിക്കും. പിന്നെ നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് കിടക്കാം. ക്ലിയർ അല്ലേ? നോക്കി, ഹെഡിങ് കാണാറുണ്ടത്, അതിൻ്റെ ചോദ്യം വരുന്ന ആ പോയിന്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. 1-2 തവണ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. അവിടെ പോയി, വെയിറ്റ്. യെസ് നോക്കിയേ, ബൈ ടാക്യോമീറ്റർ. രണ്ടാമത്തെ മെത്തേഡിലെ ലാസ്റ്റ് മെത്തേഡാണ്. ടാക്യോമീറ്റർ നമുക്കറിയാം അല്ലേ? എന്താ ടാക്യോമീറ്റർ പറഞ്ഞത്? ഹൊറിസോണൽ ഡിസ്റ്റൻസ് D = എന്താണ്? K × S + C ആണ്. Where D is the horizontal distance, K and C are the constant, S is the staff intercept. ക്ലിയർ ആണോ? സോ നോക്കിയേ, ഇവിടെ ടാക്യോമെട്രി നമ്മൾ കരയിൽ വെച്ചിട്ടുണ്ട്, കരയിൽ ടാക്യോമെട്രി വെച്ചിട്ടുണ്ട്. ആൻഡ് ബോട്ടിൽ ഇതാണ് ലൊക്കേഷൻ നമ്പർ 1, ഇതാണ് ലൊക്കേഷൻ നമ്പർ 1. അവിടെ നമ്മൾ ബോട്ടിൽ എന്ത് വെച്ചിട്ടുണ്ട്? യെസ്, സ്റ്റാഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടും അവിടെ? സ്റ്റാഫ് റീഡിംഗ് വഴി നമുക്ക് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് കിട്ടും. കിട്ടില്ലേ? സ്റ്റാഫ് ഇന്റർസെപ്റ്റ് കിട്ടും അല്ലേ? ടാക്യോമീറ്ററിന് നിങ്ങൾ അപ്പർ സ്റ്റാഫ് റീഡിംഗ് എടുക്കും, നിങ്ങൾ ലോവർ സ്റ്റാഫ് റീഡിംഗ് എടുക്കും, നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് S കിട്ടും. സോ S കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B, ദിസ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ, ആൻഡ് A, വിച്ച് ഇസ് നത്തിങ് ബട്ട് എന്താണ്? D ആണ്. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? KS + C. നമുക്കതല്ലേ വേണ്ടത്? എവിടെയൊക്കെ സൗണ്ടിങ് നടത്തുന്നു? 1-ൽ നടത്തും, കുറച്ച് കഴിഞ്ഞാൽ 2-ൽ നടത്തും, കുറച്ച് കഴിഞ്ഞാൽ 3-ൽ നടത്തും. ക്ലിയർ അല്ലേ? നോക്കിയേ, ഈ പറയുന്ന പരിപാടി നടത്തണമെങ്കിൽ ബോട്ട് അനങ്ങാതെ നിൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് കറക്റ്റ് കിട്ടുമോ? ബോട്ട് അനങ്ങാതെ നിൽക്കണം. ബോട്ട് ഇങ്ങനെ ചഞ്ചല എന്താണ് അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ അല്ലേ, വേവ് ആണെങ്കിൽ ബോട്ട് എന്ത് ചെയ്യില്ല? സ്റ്റേബിൾ ആയിരിക്കില്ല. സ്റ്റേബിൾ അല്ലെങ്കിൽ സ്റ്റാഫ് റീഡിംഗ് നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഇത് ഏത് ടൈപ്പ് വെള്ളത്തിൽ മാത്രമേ പറ്റുള്ളൂ? യെസ്, യു ഓൾറെഡി നോ ദാറ്റ്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ when the water is stable and the sounding location is nearer to the shore. Okay, when the water is stable or sounding location is nearer to the shore. അങ്ങനെയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ശാന്തമായ വെള്ളത്തിൽ മാത്രമേ നടക്കൂ. ഓക്കെ, ടാക്യോമീറ്റർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഷോർ. സോ കരയിലാണ് ടാക്യോമീറ്റർ. ആൻഡ് ദ സ്റ്റാഫ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ബോട്ട്. ഒക്കെ ചോദ്യമാണോ? ഓക്കെ, ദ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് S is measured by tachymeter from which the distance between the boat and instrument is measured. Clear? Yes, clear ആണോ? സോ നമുക്കത് അറിഞ്ഞാൽ മതി. 1 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ, നോക്കിയേ, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി. സോ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നോക്കിയേ, ദിസ് ഫിഗറിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും. യെസ്, നമ്മൾ ആദ്യം ഇതാണ് 1 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അത് എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളത്? ഫ്രം ദ കരയിൽ നിന്ന് D എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ 1 എന്ന് പറയുന്ന പോയിന്റിലെ ഡെപ്ത് കണ്ടുപിടിക്കും. ഓക്കെ, എന്താണ് ഡെപ്ത്? ദിസ് മച്ച് ഈസ് ദ ഡെപ്ത്. ഓക്കെ, ദിസ് മച്ച് ഈസ് ദ ഡെപ്ത് അറ്റ് ദാറ്റ് പോയിന്റ്. സോ 1 ആണ് ലൊക്കേഷൻ ഓഫ് സൗണ്ടിങ്, ആൻഡ് സൗണ്ടിങ് എത്രയാണ്? ഡെപ്ത് ആണ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ പല 1, 2, 3 ഉണ്ട് നമുക്ക് അല്ലേ? യെസ്, വി നോ ദാറ്റ്. ക്ലിയർ അല്ലേ? യെസ്. സോ 2 മെത്തേഡ് കഴിഞ്ഞു. ഓക്കെ, 2 മെത്തേഡ് കഴിഞ്ഞു. ഫസ്റ്റ് വൺ കഴിഞ്ഞു, അതിൽ 2 ഉണ്ടായിരുന്നു, A and B. സെക്കൻഡ് മെത്തേഡ് കഴിഞ്ഞു, അതിൽ എത്ര ഉണ്ടായിരുന്നു? അതിൽ 6 ഉണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞു. നൗ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് നോക്കി എന്താ പറയുന്നത്? യെസ്, the third method is saying sounding by theodolite angles and EDM distance from the shore ആണ്. സൗണ്ടിങ് ബൈ തിയോഡലൈറ്റ് ഉണ്ട്, അതായത് തിയോഡലൈറ്റ് ആംഗിൾസ്, ആൻഡ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? EDM ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ അല്ലേ? EDM നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. ഇൻ ദിസ് മെത്തേഡ് EDM ആൻഡ് തിയോഡലൈറ്റ് ആർ പ്ലേസ്ഡ് ഓൺ ദ ഷോർ. എവിടെയാണ്? തിയോഡലൈറ്റ് EDM ഷോറിലാണ്, ഇൻ ഫിക്സ്ഡ് പൊസിഷൻസ്. From this setup, the reflector is placed on the boat and is targeted, and the point of sounding is located. നമുക്കറിയാം, തിയോഡലൈറ്റ് ആയാലും ശരി അല്ലേ, നമുക്ക് EDM ആയാലും ശരി, ടോട്ടൽ സ്റ്റേഷൻ ആയാലും ശരി, നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അപ്പുറത്തെ സ്റ്റേഷനിൽ എന്തായിരുന്നു? A എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അപ്പുറത്തെ B എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരുന്നു? ലെവലിംഗ് സ്റ്റാഫ് ആണോ? റേഞ്ചിങ് റോഡാണോ? അല്ല, റിഫ്ലക്ടർ ആണ് അല്ലേ? റിഫ്ലക്ടർ ആണ്. നമ്മൾ ഇവിടുന്ന് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ആ റിഫ്ലക്ടറിൽ തട്ടി ലൈറ്റ് തിരിച്ചു വരുന്നു. ക്ലിയർ ആണോ? യെസ്.
ക്ലിയർ ആണോ? യെസ്, ദിസ് മെത്തേഡ് ഈസ് മോർ ആക്യുറേറ്റ് വെൻ ദ വാട്ടർ ഈസ് സ്റ്റിൽ. കാരണം എന്താണ്, നമ്മുടെ റിഫ്ലക്ടറിൽ തട്ടി തിരിച്ചു വരണ്ടേ. സോ റിഫ്ലക്ടർ ഇങ്ങനെ താഴ്ന്നും പോകുന്നും അല്ലെ, വേവി ആണെങ്കിൽ യെസ്, ചഞ്ചല ദ്രുതപഥ താളമാണെങ്കിൽ നടക്കില്ല. നോക്കിയേ, ദിസ് ഇസ് വൺ ഓഫ് ദ മോഡേൺ മെത്തേഡ് ഓഫ് ഫിക്സിംഗ് സൗണ്ടിങ് വെസൽസ്. ക്ലിയർ? സോ ടാക്യോമെട്രി മെത്തേഡ് ആയാലും ശരി, സൗണ്ടിങ് ബൈ നാലാമത്തെ തിയോഡലൈഡ് ആംഗിൾസ് ആൻഡ് ഇഡിയം ഡിസ്റ്റൻസ് ആണെങ്കിലും സ്റ്റേബിൾ വാട്ടറിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ക്ലിയർ അല്ലേ? അത്രയും പോകാൻ അറിഞ്ഞാൽ മതി. That much point is sufficient. Clear? Yes, let's move to the last method. Last method, that is sounding by microwave system ആണ്. എന്താണ് മൈക്രോവേവ് സിസ്റ്റം? നത്തിങ് ബട്ട് മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ദാറ്റ് ഈസ് ടെലോറോമീറ്റർ. നമുക്കറിയാം ടെലോറോമീറ്റർ എന്ന് പറഞ്ഞാൽ EDM ആണ്, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഡിവൈസ് വിച്ച് മെഷേഴ്സ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ ഡിസ്റ്റൻസ്. ആൻഡ് ടെലോറോമീറ്റർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ഏതാണ് അല്ലേ? MT വാസുദേവൻ അല്ലെ, പിന്നെ എന്താ പറഞ്ഞാൽ ID എന്നാണ് പറഞ്ഞത്. അതായത് യെസ്, ഇൻഫ്രാറെഡ് ആണെങ്കിൽ ഏതാണ്? ഡിസ്റ്റോമാറ്റ് ആണ്. MT എന്ന് വെച്ചാൽ മൈക്രോവേവ് ആണെങ്കിൽ ഏതാണ്? ടെലോറോമീറ്റർ ആണ്. ദെൻ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ GOD മീറ്റർ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് എ ഡിവൈസ് കോൾഡ് ടെലോറോമീറ്റർ വിച്ച് ഇസ് നത്തിങ് ബട്ട് EDM ഈസ് യൂസ്ഡ് വിച്ച് കണ്ടെയ്ൻസ് EDM കണ്ടെയ്ൻസ് ഏതൊക്കെയാണ്? എ മാസ്റ്റർ യൂണിറ്റ് ഉണ്ട്, എ റിമോട്ട് യൂണിറ്റ് ഉണ്ട്, എ മാസ്റ്റർ ആൻറ്റിന ഉണ്ട്. ടെലോറോമീറ്ററിന്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. ദ മാസ്റ്റർ യൂണിറ്റ് ഈസ് ഫിക്സ്ഡ് ടു ദ ബോട്ട്. മാസ്റ്റർ യൂണിറ്റ് എവിടെയുള്ളത്? ബോട്ടിലാണ്. ആൻഡ് ദ അതർ ടു യൂണിറ്റ്സ്, അതായത് റിമോട്ട് യൂണിറ്റ് ആൻഡ് മാസ്റ്റർ ആൻറ്റിന ആർ ലൊക്കേറ്റഡ് ഓൺ ദ ഷോർ ആണ്, at two store station. The distance are measured from the boat to the store station using microwave produced by the telurometer, and telurometer is useful for a distance up to എത്രയാണ്? നമുക്കറിയാം ലോങ് റേഞ്ച് ഡിവൈസ് ആണ്, അപ് ടു 100 കിലോമീറ്റർ ടു ദ ഷോർ ആണ്. ക്ലിയർ ആണോ? യെസ്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സൗണ്ടിങ്. 4 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡിൽ 2 സബ് മെത്തേഡ്സ് ഉണ്ട്. സെക്കൻഡ് മെത്തേഡ്സിൽ 6 സബ് മെത്തേഡ്സ് ഉണ്ട്. എവിടേക്കോ ഇൻസ്ട്രുമെന്റ് വെക്കുന്നു, എവിടേക്കോ ബോട്ട് ഉണ്ട്, എവിടേക്കോ കാര്യങ്ങൾ വെക്കുന്നു. ഓക്കെ, യെസ്, 1 ആംഗിൾ എടുക്കാം, 2 ആംഗിൾ എടുക്കാം, 2 ആംഗിൾ ഫ്രം ഷോർ എടുക്കാം, 2 ആംഗിൾ ഫ്രം ബോട്ട് എടുക്കാം, 1 ആംഗിൾ ഫ്രം ബോട്ട്, 1 ആംഗിൾ ഫ്രം ഷോർ. എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ക്ലിയർ അല്ലേ? റിവൈസ് ചെയ്താലേ കാര്യങ്ങൾ കിട്ടുള്ളൂ. വെരി സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. ക്ലിയർ? നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഫോർ ഹൈഡ്രോഗ്രാഫിക് സർവേ. ഏരിയ കാൽക്കുലേഷൻ ആണ്. നോക്കിയേ, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. വി ഓൾവേസ് മെഷർ ദ ഏരിയ ആണ്. വി നെവർ കാൽക്കുലേറ്റ് ദ വോളിയം. ക്ലിയർ ആണോ? യെസ്. നോക്കിയേ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ റിവർ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി ചെയ്യാം, അത് തന്നെ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. നോക്കിയേ, വാട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് സെയിങ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? പറയൂ, ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? യെസ്, ലുക്ക് അറ്റ് ദിസ്. നമുക്കൊരു റിവർ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് റിവർ. ഓക്കെ, റിവർ ആണിത്. ആൻഡ് അതിൻ്റെ വെടുത്ത് നമുക്കറിയാം. വെടുത്ത് ഈസ് ഗിവൺ ടു us. ലെറ്റ്സ് സേ എത്രയാണത്? 6 ഫീറ്റ് ആണ്. വെടുത്ത് ഈസ് ഗിവൺ ടു us, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 6 ഫീറ്റ് ആണ്. ക്ലിയർ? ആൻഡ് ഈ ഒരു റിവറിൻ്റെ വെടുത്ത് 6 ഫീറ്റ് ആണ്. നമ്മൾ അതിൻ്റെ പല പോയിന്റുകളിലുള്ള ഡെപ്ത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല പോയിന്റിലെ ഡെപ്ത് ഈസ് ഗിവൺ ടു us. ആൻഡ് ഈ ഡെപ്ത് എല്ലാം എടുത്തിരിക്കുന്ന ഇൻ്റർവൽ എത്രയാണ്? 1 ഫീറ്റ് ആണ്. ഓക്കെ, ഓൾ ദ ഡെപ്ത് ആർ മെഷേർഡ് അറ്റ് എൻ ഇൻ്റർവൽ ഓഫ് 1 ഫീറ്റ് ആണ്. സോ എത്ര ഡെപ്ത് ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 ഡെപ്തുകളുണ്ട്. ആൻഡ് ടോട്ടൽ വിഡ്ത്ത് എത്രയാണ്? 6 ഫീറ്റ് ആണ്. ക്ലിയർ? സോ നോക്കിയേ, 1 ഫീറ്റ് ഗ്യാപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഡെപ്ത് 1 എത്രയാണ്? 0.6 ആണ്. സെക്കൻഡ് 1 0.9 ആണ്. 1 1.1 1.2 then 0.9 0.7 0.7 0.6 0.4. ഇതാണ് എല്ലാ പോയിന്റുകളിലുള്ള ഡെപ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ദ ആവറേജ് ഓഫ് ഓൾ ദീസ് ഡെപ്ത്. യെസ്, കൂട്ടി നോക്കിയത് എത്ര കിട്ടുക? 0.6 പ്ലസ് 0.9 പ്ലസ് 1 പ്ലസ് 1.1 1.2 0.9 0.7 0.7 0.6 0.4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? ടോട്ടൽ ഡെപ്ത് യെസ് ഈസികൾ എത്രയാണ്? 8.1 ആണ്. ഡിവൈഡ് ബൈ എത്ര ഡെപ്ത് ഉണ്ട്? 10 ഉണ്ട് അല്ലേ? സോ ആവറേജ് ഡെപ്ത് എടുക്കുക. സോ ദിസ് ഈസ് ദ മീൻ ഡെപ്ത് ഓർ ആവറേജ് ഡെപ്ത് ആണ്. അതായത് ടോട്ടൽ ഡെപ്ത് ഡിവൈഡ് ബൈ നമ്പർ, ദാറ്റ് വിൽ ബി ഈസികൾ എത്രയാണ്? 0.81 എന്ന് കിട്ടും. ക്ലിയർ ആണോ? എന്നിട്ട് ഈ ആവറേജ് ഡെപ്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആവറേജ് ഡെപ്ത് ഇൻറ്റു എന്ത് ചെയ്യുക? യെസ്, വിഡ്ത്ത് ഓഫ് ദ റിവർ. വിഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദ റിവർ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ? യെസ്, ദ ഏരിയ ഓഫ് ദ റിവർ ഈസികൾ എത്ര വരും? അപ്പം നമ്മൾ എത്രയാണ് പറഞ്ഞത്? യെസ്, 0.81 ആണ് പറഞ്ഞത്. ഫീറ്റ് എന്നാണ് ഓക്കെ തന്നിരിക്കുന്ന യൂണിറ്റ്. ആൻഡ് വിഡ്ത്ത് എത്രയാണ് തന്നത്? 6 ഫീറ്റ് ആണ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ്
you will get the answer as 4.86 feet square എന്നാണ് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ്. ക്ലിയർ ആണോ? യെസ്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഡിസ്കഷൻ ഫോർ ഹൈഡ്രോഗ്രാഫിക് സർവേ. ക്ലിയർ അല്ലേ? ഏരിയ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. കുറേ ഡെപ്ത് തന്നിട്ടുണ്ട്, ആ ഡെപ്തിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക, ഇൻറ്റു വിഡ്ത്ത് ചെയ്യുക. ആവറേജ് ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത്. ക്ലിയർ അല്ലേ? ആവറേജ് ഡെപ്ത് ഇൻറ്റു വെയിറ്റ്, ആവറേജ് ഡെപ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് ഏരിയ ഓഫ് ദ റിവർ എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? പറയൂ. വി കനോട്ട് ഫൈൻഡ് ഔട്ട്. യെസ്, we will not be able to find out the volume in hydrographic survey. Clear ആണോ? Is that okay? Yes. Now കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ക്വസ്റ്റ്യനും കൂടി ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു പഞ്ചാവുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് ഓഫ് ഹൈഡ്രോഗ്രാഫി. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കി. ലെറ്റ് മീ സൂം ഇറ്റ്. എല്ലാവരും ആൻസർ ചെയ്യുക. ഓക്കെ, പ്രീവിയസ്ലി ഏതൊക്കെ എക്സാമുകളിൽ വന്നു പോയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. Tell me what is the answer to this question. The method adopted for locating sounding in a narrow river. പറയൂ. Narrow river നമ്മൾ എടുത്ത് പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ? ഏതായിരുന്നോ? ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ് ആണ്. ക്ലിയർ? യെസ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സോ തിയറി എത്രത്തോളം തിയറി നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഗോ ത്രൂ ദ തിയറി അഗെയിൻ. ഓക്കെ, തിയറി നല്ലപോലെ പഠിക്കുക. തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വരും, സിലബസിൽ ഇൻക്ലൂഡ് ആണ് ഈ പോർഷൻ, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ദ പ്രോസസ് ഓഫ് മെഷറിംഗ് ഡെപ്ത് ബിലോ ദ വാട്ടർ സർഫസ് ഇസ് കോൾഡ്. അതിനെന്താണ് പറയുക? അതല്ല സൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ സൗണ്ടിങ് ആണ്. ഡെപ്ത് മെഷർ ചെയ്യുന്ന പ്രോസസ്സിനെ സൗണ്ടിങ് എന്ന് പറയും. ദർ ഈസ് നോ ഇഷ്യൂ അബൌട്ട് ദാറ്റ്. യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസൻ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ഷോർ ലൈൻ സർവേ എന്ന് വെച്ചാൽ നമ്മുടെ കരയിലൂടെ നമ്മളൊരു ഫിക്സ്ഡ് ലൈൻ സെറ്റ് ചെയ്യണം. ഓപ്ഷൻ വായിച്ചു നോക്കിയേ. ഡിലിനേഷൻ ഓഫ് ഷോർ ലൈൻ, ഓഫ് കോഴ്സ് അത് വരും. ലൊക്കേഷൻ ഓഫ് ഷോർ ഡീറ്റെയിൽസ് എന്നാലല്ലേ ഷോർ ലൈൻ വെച്ചോ. ഡിറ്റർമിനേഷൻ ഓഫ് ലോ ആൻഡ് ഹൈ വാട്ടർ ലൈൻസ് എന്നാൽ മാത്രമേ ഷോർ. നോക്കിയേ, ഹൈ ആൻഡ് ലോ വാട്ടർ ലൈൻസ് മീൻസ് നമുക്കറിയാം ഫുൾ മൂൺ ആണെങ്കിൽ നമ്മുടെ കര എന്താവും? കുറയും. കാരണം വാട്ടർ ഇങ്ങോട്ട് കയറി വരും അല്ലേ? ആൻഡ് അത് ന്യൂ മൂൺ ആണെങ്കിൽ കര എന്താവും? വാട്ടർ ഫുൾ ഉള്ളിലോട്ട് വലിയും. അപ്പോൾ കണ്ടമാനം കര ഉണ്ടാവും. സോ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യും? എവിടെ ഷോർ വേണമെന്നുള്ളത്, ഷോർ ലൈൻ ഉള്ളത്, അല്ലെങ്കിൽ ഷോർ കര എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ കരയിലുള്ള ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കര എത്രയുണ്ട് എന്നറിഞ്ഞാലല്ലേ കരയിൽ ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ചിലപ്പം കടൽ എന്താ വരും? ഇറങ്ങി വരും. ചിലപ്പം കടൽ കയറി വരും. ചിലപ്പോൾ കടൽ എന്താവും? ഇറങ്ങിപ്പോവും. അപ്പോൾ ഷോറിൽ വ്യത്യാസം വരുന്നില്ലേ? സോ എവറിത്തിങ് ഈസ് എന്താണ്? യെസ്, എഫക്ട്. ഇത് എഫക്ട് ചെയ്യും. യെസ്, ദിസ് ഇസ് റിക്വയർഡ്. ബട്ട് സൗണ്ടിങ് ഈസ് നോട്ട് റിക്വയർഡ്. സൗണ്ടിങ് ഷോർ ലൈൻ ആണോ? നോ, സൗണ്ടിങ് ഈസ് മെഷറിംഗ് ദ ഡെപ്ത് ആണ്. സോ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ ഈസ് ഡി. ക്ലിയർ? ഓപ്ഷൻ ഈസ് ഡി. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസൻറ്റ് ഇൻഡിക്കേറ്റ് ദ പർപ്പസ് ഓഫ് സൗണ്ടിങ്? യെസ്, ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പർപ്പസ് ഓഫ്. നോക്കിയേ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഏതാണ്? ഡസ് നോട്ട് എന്നാണ് ചോദ്യം. ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എന്നാണ്. യെസ്, നാവിഗേഷൻ ചാർട്ടിന് വേണ്ടി വേണം. മേക്കിംഗ് സബ് അക്വസ് ഇൻവെസ്റ്റിഗേഷന് വേണം. തീർച്ചയായിട്ടും മെഷർമെന്റ് ഓഫ് ഏരിയയ്ക്ക് വേണം. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ബട്ട് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് നെവർ യൂസ്ഡ് ഫോർ മെഷറിംഗ് വോളിയം മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യില്ല. സോ ആൻസർ ഏതാണ് ഇതിൻ്റെ? ഓപ്ഷൻ എ ആണ്. ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പർപ്പസ് ഓഫ് സൗണ്ടിങ് ഏതാണ്? യെസ്, വോളിയം മെഷർമെന്റ് ആണ്. ക്ലിയർ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ. Among the following, which is having more prominence or more importance while conducting sounding? നോക്കിയേ, നമ്മൾ ആൾക്കാർ വേണ്ടേ? ലേബർ വേണം. ഇയാൾ മോർ പ്രോമിനൻസ് ആണ്. ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് ഇതാണ്. ലേബർ വേണം, ശരിയാണ്. സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണോ? കരയിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ത്? സിഗ്നൽ എന്ന് പറയുന്നത് അല്ലെ? അതും വേണം. സൗണ്ടിങ് പോൾ നമുക്കറിയാം. സ്യൂട്ടബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലേ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, യു ഹാവ് ടു ഗോ ഫോർ ദ ആൻസർ സി ആണ്. ഓക്കെ, കാരണം എന്താണോ? സൗണ്ടിങ് പോൾ എന്ന് വെച്ചാൽ നിങ്ങളെ വടി അല്ലെ, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വടിക്ക് നിങ്ങളെ ഗ്രാജുവേഷൻ തെറ്റാണെങ്കിൽ, അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ, അത് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്കിയെല്ലാം എത്ര നിങ്ങൾ ശരിയാക്കിയാലും നിങ്ങളെ മെഷർമെൻറ്റ് തെറ്റായിപ്പോവും. ഈ സൗണ്ടിങ് പോൾ ഈസ് ബാഡ്. ക്ലിയർ? സോ ഓപ്ഷൻ ഏതാണ്ട് സി ആണ്. ക്ലിയർ? യെസ്. നോക്കിയേ, റീഡ് ദിസ് പോയിന്റ് ഓൾസോ. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. കുറച്ച് ഫിഗർ എന്താണ്? ക്ലിയർ ലേശം കുറവായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഒരാൾ ബോട്ടിൽ നിന്ന്
യെസ് ദിസ് ഈസ് എ ബോട്ട്. ഇതൊരു പേഴ്സണാണ്, അയാളൊരു വടി താഴോട്ട് ഇങ്ങനെ ഇടുന്നുണ്ടോ, വടി താഴോട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ടോ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഞ്ചിങ് പോൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദിസ് ഇസ് നെയിംഡ് ആസ് റേഞ്ചിങ് പോൾ ആണ്. ഈ സാർ ഓക്കെ. യെസ് റീഡ് ദിസ് കമാൻഡ്. ഈ കമാൻഡ് ഒന്ന് വായിച്ചേ. യെസ് സൗണ്ടിങ് ഇൻവോൾവ്സ് എന്താണ്, മെഷറിംഗ് ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ബിലോ ദ വാട്ടർ സർഫസ് വിച്ച് റിക്വയർസ് സർട്ടൺ എക്യുപ്മെന്റ്സ് ലൈക്ക് ഏതൊക്കെ വേണം, സൗണ്ടിങ് ബോട്ട് വേണം, യെസ് ലീഡ് ലൈൻസ് വേണം, ഫാത്തോമീറ്റർ വേണം, സൗണ്ടിങ് മെഷീൻസ് വേണം, സൗണ്ടിങ് പോൾ വേണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ടിങ് പോൾ ആണ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് റിസൾട്ട് തരാൻ പോകുന്നത്. ക്ലിയർ ആണോ? യെസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൗണ്ടിങ് റോഡ് ഓർ പോൾ? പറയൂ. എത്രയാണോ? ഓപ്ഷൻ ബി 5 to 8 മീറ്റർ. നമ്മൾ പറഞ്ഞതാണ്, തിയററ്റിക്കലിൽ ഇൻക്ലൂഡ് ചെയ്ത പോയിന്റ് ആണ് 5 to 8 മീറ്റർ. ക്ലിയർ? യെസ്. നോക്കിയേ, ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എ സീ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. റിഫ്രാക്ഷൻ ആണോ, റിഫ്ലക്ഷൻ ആണോ, പോളറൈസേഷൻ ആണോ? അല്ല, സൗണ്ടിങ് മെഷീൻ്റെ പ്രിൻസിപ്പിൾ ആണ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഷിപ്പിൽ നിന്ന് നിങ്ങളെ ഇൻസ്ട്രുമെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, അത് താഴെ ഹിറ്റ് ചെയ്ത് എന്താവും, റിഫ്ലക്ട് മോൾ ചെയ്ത് വരും. ഓക്കെ, സോ സൗണ്ടിങ് മെഷീനിൽ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും റീഡ് ചെയ്യാൻ പറ്റുമോ? നോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ? യെസ്. നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. നമ്മൾ നോക്കിയേ, ചിലപ്പം വരാൻ ചാൻസ് കുറവാണ്, ബട്ട് ഇതാണ് സ്ഥിരമായിട്ട് കാണുന്ന ഒബ്ജക്റ്റീവ് എക്സാംസിലെ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തിയറി നമുക്ക് ഇവിടെ പറയാം. ലുക്ക് അറ്റ് ദിസ്. ഇതിൻ്റെ തിയറി നമുക്ക് ഈ ക്വസ്റ്റനിൽ പറയാം. There is a formula that we have to use. എന്താ ചോദ്യം? ചോദ്യം എന്താ നോക്കിയേ. ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ആണ്. സൗണ്ടിന്റെ വെലോസിറ്റി ഇൻ ദ സീ വാട്ടർ if the surface temperature is given as 32 degrees Celsius, so temperature is given to us, and the salinity S എന്നാണ് എഴുതിയിരിക്കുന്നത്, okay, is given as 2.43. സൗണ്ടിൻ്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. യു ഹാവ് ടു യൂസ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ കുറച്ച് വലുതാണെങ്കിലും കൂടിയും മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഈ ഒരു പോർഷൻ ഇൻക്ലൂഡ് കണ്ടതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. നോക്കിയേ, ഇക്വേഷൻ ഈസ് 1410 പ്ലസ് 4.21 ടി സ്ക്വയർ, 4.21 ഇൻറ്റു ടി ആണ്, മൈനസ് 0.037 ടി സ്ക്വയർ പ്ലസ് 1.14 എസ് ആണ്, 1.14 എസ്. വെയിറ്റ് 1.14 എസ്. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. വെലോസിറ്റി ഓഫ് ഏതാണ്? ഓഫ് സൗണ്ട് വേവ്, ഓഫ് സൗണ്ട് ആണ് ഇൻ ദ സീ. തീർച്ചയായിട്ടും ടെമ്പറേച്ചറിനെയും ആൻഡ് സിയുടെ സലൈനിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ? 1410 പ്ലസ് 4.21 ടെമ്പറേച്ചർ മൈനസ് 0.037 ടെമ്പറേച്ചർ സ്ക്വയർ ഉണ്ട് പ്ലസ് 1.14 എസ് ആണ്. വേർ എസ് ഈസ് എ സലൈനിറ്റി, ആൻഡ് ടി ഈസ് എ ടെമ്പറേച്ചർ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഹിയർ. ഒരു ക്വസ്റ്റൻ ഞാൻ ചെയ്യാം. ഓക്കെ, 1-2 ക്വസ്റ്റൻ ഉണ്ട്. നമ്മൾ പ്രീവിയസ്ലി നോക്കിയപ്പോൾ മറ്റ് എക്സാംസിൽ, ഓക്കെ, മറ്റു കോമ്പറ്റീവ് എക്സാംസിൽ നമ്മൾ പ്രീവിയസ്ലി നോക്കിയപ്പോൾ ഇത് കണ്ടു, അതുകൊണ്ട് ആഡ് ചെയ്താണ്. സോ ചിലപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ വന്നു വരും. ഓക്കെ, സോ റിമെമ്പർ ദിസ് ഇക്വേഷൻ. സോ 1410 പ്ലസ് 4.21 ടെമ്പറേച്ചർ എത്രയാണോ? 32 ആണ്. 32 മൈനസ് 0.037, 32 സ്ക്വയർ ചെയ്യണം അല്ലേ? 32 സ്ക്വയർ പ്ലസ് 1.14 എസ് എത്രയാണ്? 2.43. സോ ഇഫ് യു ഡു ദിസ് ക്വസ്റ്റ്യൻ എത്രയാണ് കിട്ടുക? ഒന്ന് ചെയ്ത് നോക്കിയേ. എത്രയാണ് കിട്ടുന്നത്? വാട്ട് ഇസ് ആൻസർ? യെസ്, ടെൽ മീ വാട്ട് ഇസ് ആൻസർ. പറയൂ. നോക്കിയേ, ഓപ്ഷൻസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, വെരി ക്ലോസ്. ഇല്ല, ക്ലോസ് അല്ല. ഒരേപോലെ ഓപ്ഷൻ ഇല്ല. യെസ്, ഇത് 1590.6 ആണ്, ഇത് 1909 ആണ്. സം വാട്ട് ഈസ് ക്ലോസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് എത്ര കിട്ടുന്നത്? 1509 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സിമിലർ കൺസെപ്റ്റിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, സിമിലർ കൺസെപ്റ്റ് ആണ്. എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ സർഫസ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ഇൻ ദ water can be 2000 meter per second. Yes, meter per second ആണ് വെലോസിറ്റി കിട്ടുന്നത്. and the salinity is 5.32. so ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടെമ്പറേച്ചർ എത്രയാണെന്നാണ് തന്നിട്ടുണ്ട്. എന്താണ്? വെലോസിറ്റി തന്നിട്ടുണ്ട് and salinity is given. okay അല്ലേ? so if you calculate this you will get the answer as 57. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റനിൽ സെയിം ഇക്വേഷൻ ആണ്. അൺനോൺ ഇപ്പോൾ ഏതാണ്? ടെമ്പറേച്ചർ ആണ്. ക്ലിയർ? Yes, let's move to the next question.
യെസ്, അഡീഷണൽ പോയിന്റ് ആക്കി നോട്ടാക്കി എഴുതുക. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോട്ടാക്കി എഴുതേണ്ടി വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മറൈൻ സർവേ? മറൈൻ സർവേയിൽ നമ്മൾ GPS അല്ല, GIS അല്ല, റിമോട്ട് സെൻസിങ് അല്ല, ഏതാണ്? RMS ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? RMS ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ആൻഡ് അഡീഷണൽ പോയിന്റ് കൂടി നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്? റീഡ് ദിസ് പോയിന്റ്. The marine survey involves certain high technology devices like RMS, digital multimeter, bore scope, BORE, bore scopes, ultrasonic testing instruments and thermo imaging camera. Clear അല്ലേ? ഈ പേര് അറിഞ്ഞിരിക്കണേ. മറൈൻ സർവേ നടത്തുമ്പോൾ കുറച്ചുകൂടിയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഈസ് റിക്വയർഡ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഹൈ ടെക്നോളജി ഡിവൈസസ് ലൈക്ക് RMS, digital multimeter, yes, bore scope, ultrasonic testing instruments and thermo imaging camera. Clear? Yes. Next നോക്കിയേ. ഇതൊന്ന് പറഞ്ഞേ. ഇത് വളരെ സിമ്പിളാണ്. ആർക്കും പറയാൻ പറ്റും. 4ാം ക്ലാസ് ആണ്. എന്താണ് 4ാം ക്ലാസ്? ദ ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ഓഫ് ടൈഡ്സ് ഡ്യൂ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ആണ്. യെസ്, ടൈഡിൻ്റെ സ്വഭാവം എർത്തും സണ്ണും തമ്മിലുള്ള അട്രാക്ഷൻ കാരണം മാറും, എർത്തും മൂണും തമ്മിലുള്ള അട്രാക്ഷൻ കാരണം മാറാം. ക്ലിയർ അല്ലേ? എർത്തും സണ്ണും എർത്തും മൂണും. സോ എർത്തും സണ്ണും ആണെങ്കിൽ എന്താണോ അതിനെയാണ് നമ്മൾ സോളാർ ടൈഡ്സ് B എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇഫ് ഇറ്റ് ഈസ് എർത്ത് ആൻഡ് സൺ ദെൻ ഇറ്റ് ഈസ് സോളാർ ടൈഡ്സ്. അപ്പോൾ നോക്കിയേ, വാട്ട് ഈസ് ദിസ്? യെസ്, അതേപോലെ അതേ കൺസെപ്റ്റുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതെ, നോക്കി ആ കൺസെപ്റ്റിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ബി ദ സലാനിറ്റി ആണ്. നോക്കിയേ, S ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ സലാനിറ്റി S in the sea if the temperature of the sea water is, yes, temperature T is given and the velocity of is given as എത്രയാണ്? യെസ്, മീറ്റർ പെർ സെക്കൻഡിൽ എന്ത് തന്നിട്ടുണ്ട്? മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ യൂസ് ദ സെയിം ഇക്വേഷൻ. യെസ്, നിങ്ങൾക്ക് ആൻസർ എത്ര? ഐ ഗെസ് ഇറ്റ് ഈസ് 134 പോയിന്റ്. ഇഫ് യു ഡു ദ ക്വസ്റ്റ്യൻ ലെറ്റ് മീ ചെക്ക് ദ ആൻസർ. 134.62 എന്നാണ് കിട്ടുക. ഓപ്ഷൻ C എന്നാണ് കിട്ടുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. യെസ്, എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ. ഓക്കെ, നോക്കിയാൽ. യെസ്, സോ ഏതായിരുന്നു? നോക്കി, ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു? യെസ്, ഇഫ് ദ ടൈഡൽ വേരിയേഷൻ ഈസ് ഡ്യൂ ടു എർത്ത് ആൻഡ് സൺ ആണെങ്കിൽ, അല്ലെങ്കിൽ സണ്ണിൻ്റെ അട്രാക്ഷൻ ആണെങ്കിൽ സോളാർ ടൈഡ്സ് ആണ്. യെസ്, ലൂണാർ ടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ആയിരിക്കും. ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒന്ന് വായിച്ച ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഹൈഡ്രോളജിയിലും പഠിക്കുന്നതാണ്. ദ ഗേജ് ആണ്, എന്തോ മെഷർമെൻറ്റ് ഗേജ് ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് എ വെയിറ്റ് ആണ്. വെയിറ്റ് അറ്റാച്ച്ഡ് ടു വയർ ഓർ ചെയിൻ വിച്ച് പാസസ് ത്രൂ എ പുള്ളി അലോങ് ദ സൈഡ്സ് ഓഫ് ദ ഗ്രാജുവേറ്റഡ് ബോർഡ് ഈസ് ടേംഡ് ആസ് ഏതാണ്? വെയിറ്റ് ഗേജ് ആണ്. അതായത് വെയിറ്റ് ഗേജിൻ്റെ ഡെഫിനിഷനാണ് എഴുതിയിരിക്കുന്നത്. സോ വെയിറ്റ് ഗേജ് ആണ്. വെയിറ്റ് ഗേജ് എന്ന് വെച്ചാൽ എന്താണോ? യെസ്, നമുക്ക് വാട്ടർ ലെവൽ എത്ര കൂടുന്നുണ്ട് കുറയുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗേജ് സെറ്റപ്പാണ്. ഏതൊക്കെ? സ്റ്റാഫ് ഗേജ്, വെയിറ്റ് ഗേജ്, ഫ്ലോട്ട് ഗേജ്, സെൽഫ് രജിസ്ട്രേഷൻ ഗേജ്. ഒരു റിസർവോയറിൽ, ഒരു നദിയിൽ, ഒരു സീ ലെവല്, ഒരു കനാലിലെ വാട്ടർ ലെവൽ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള, അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുല്ലപ്പെരിയാറിലെ വാട്ടർ ലെവൽ 136.5 അടിയായി എന്ന് പറയുമ്പോൾ ആ ഒരു ഡാമിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ ഒട്ടി വെച്ചിട്ടുണ്ട്, അല്ലേ? കണ്ടുണ്ടോ? വാർത്ത കാണുക. ഓക്കെ, സ്കെയിൽ ഒട്ടി വെച്ചിട്ടുണ്ട്. അതിലെ വാട്ടർ ലെവൽ ഇങ്ങനെ മെഷർ ചെയ്യാൻ. അതേപോലെയുള്ള മറ്റു പല ഗേജുകളാണിത്. ഓക്കെ, യു ക്യാൻ സീ ദ ഫിഗർ ചെയ്യാം. ഇതാണ് വെയിറ്റ് ഗേജ്, ഇതാണ് സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചറിൻ്റെ ഇവിടെ വാട്ടർ ലെവൽ ഉണ്ട്. ഓക്കെ, വാട്ടർ ലെവൽ കൂടുമ്പോൾ ഈ വെയിറ്റ് എന്താവും? ഈ വെയിറ്റ് മുകളിലേക്കാവും, വെയിറ്റ് താഴേക്ക് വരും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നമുക്ക് അതിൻ്റെ ഗ്രാജുവേറ്റ് സ്കെയിലാണ്. സോ ഒരു പുള്ളി അറേഞ്ച്മെൻറ്റ്, ഒരു വെയിറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതേതാണ്? വെയിറ്റ് ഗേജ് ആണ്. അത് വെയിറ്റ് ഗേജ് ആണ്. നോക്കിയാൽ അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് നോക്കിയാൽ ദ ഗേജ് ഫിക്സ്ഡ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ആൻഡ് ദ സ്റ്റാഫ് ക്യാൻ ബി റീഡ് ഫ്രം ദ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ്. എന്താണ്? ഗേജ് എങ്ങനെയാണ്? വെർട്ടിക്കൽ പൊസിഷനിലാണ്. സോ ഇങ്ങനെയാണ്, അല്ലേ? ഇതാണ് ഡാമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടാവും. അതിനെന്താണ് പറയുക? അതിനാണ് സ്റ്റാഫ് ഗേജ് എന്ന് പറയുക. ക്ലിയർ ആണോ? അതായത് നമ്മൾ യെസ്, മുല്ലപ്പെരിയാർ ഡാമിൽ ഇത്ര വെള്ളം കൂടി, ഇത്ര വെള്ളം കുറഞ്ഞു, അല്ല ഇടുക്കി ഡാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? സ്റ്റാഫ് ഗേജ് ആണ്. ക്ലിയർ? യു ക്യാൻ സീ ദ ഇമേജ് ഹിയർ. യെസ്, എന്താണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ മുകളിൽ, അല്ലെ? യു ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ വാട്ടർ ലെവൽ എവിടെയാണ്? വാട്ടർ ലെവൽ ഈസ് ഹിയർ നൗ. ആൻഡ് അതിൻ്റെ മുകളിൽ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ, അല്ലേ? ഇമേജ് കുറച്ച് ബ്രോഡ് ആണ്. ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും? യെസ്, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും? ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? സോ വാട്ടർ ലെവൽ കുറയും കൂടുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെപ്ത് നമുക്ക് മെഷർ ചെയ്യാം. നൗ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാത്തിൻ്റെ ഡെഫിനിഷൻ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഗേജ് കൺസിസ്റ്റ് ഓഫ് എ ഫ്ലോട്ട് ഹൗസ്. The gauge consists of a float housed in a square box with a graduate. So float ഉണ്ടല്ലേ, അതുകൊണ്ട് അതെന്തായിരിക്കും? ഫ്ലോട്ട് ഗേജ് ആണ്. സോ എന്താണ്? C ആണ്. ഓക്കെ,
ഫ്ലോട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും വാട്ടർ ലെവൽ മാറുമ്പോൾ എന്താവും, ആ ഫ്ലോട്ടിൻ്റെ ലെവലോ ഇൻസൈഡ് എ കേജ് ആണ്. ക്ലിയർ? ആൻഡ് ദ ലാസ്റ്റ് വൺ നിങ്ങൾക്ക് ഡെഫിനേഷൻ വായിച്ചാൽ മനസ്സിലാവും. ദ ഗേജ് വെൽ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ വിൻഡ് ആൻഡ് വേവ്. വെൽ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ വിൻഡ് ആൻഡ് വേവ് ഏതായിരിക്കും? സെൽഫ് രജിസ്റ്ററിങ് ഗേജ് ആണ്. ഓക്കെ, സെൽഫ് രജിസ്റ്ററിങ് ഗേജ് ആണ്. സോ സ്റ്റാഫ് ഗേജിൻ്റെ ഡെഫിനിഷൻ, വെയിറ്റ് ഗേജിൻ്റെ ഡെഫിനിഷൻ, ഫ്ലോട്ട് ഗേജിൻ്റെ ഡെഫിനിഷൻ ആൻഡ് സെൽഫ് രജിസ്റ്ററിങ് ഗേജിൻ്റെ ഡെഫിനിഷൻ എല്ലാം പറഞ്ഞു. ഓക്കെ, എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വാട്ടർ ലെവൽ അറിയാനുള്ളതാണ്, വാട്ടർ ലെവൽ മെഷർ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളത് ഹൈഡ്രോളജിയിലും പഠിച്ച് കാണാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്ലേസ് അറ്റ് വിച്ച് മീൻ സീ ലെവൽ ഒബ്സർവേഷൻസ് ആർ മെയ്ഡ്. മീൻ സീ ലെവൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ഇപ്പോഴത്തെ ഇന്ത്യയിലെ മീൻ സീ ലെവൽ ഏതാണ്? മുംബൈ സീ ലെവലാണ് അല്ലേ? MSLൻ്റെ എക്സ്പാൻഷൻ എന്താണോ? മീൻ സീ ലെവലാണ്. ബോംബെ സീ ലെവലാണ് ഇപ്പോഴത്തേത് മീൻ സീ ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ടൈഡൽ സ്റ്റേഷൻ ആണ് എന്ത്? ടൈഡൽ സ്റ്റേഷൻസ് ആർ ദ പ്ലേസ് അറ്റ് വിച്ച് മീൻ സീ ലെവൽസ് ആർ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ടൈഡൽ സ്റ്റേഷൻസ് ആണ്. MSL സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഒന്നുമില്ല, ടൈഡൽ സ്റ്റേഷൻസ് ആണ്. ക്ലിയർ? യെസ്. ഇനി നോക്കിയേ, ഇത് ഡയറക്റ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് വേണമെങ്കിൽ 3 സ്റ്റാർ ഇടാം. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇഫ് ഡെപ്ത് ഓഫ് ദ വാട്ടർ ഈസ് മോർ ദാൻ 2 മീറ്റർ, നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന വാട്ടറിൻ്റെ ഡെപ്ത് ഈസ് മോർ ദാൻ 2 മീറ്റർ ആൻഡ് ദ വാട്ടർ കറണ്ട് ഈസ് വെരി ഹൈ. പോരാത്തതിന് വാട്ടർ കറണ്ട് ഈസ് വെരി ഹൈ, ദെൻ ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഈസ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? യെസ്, ഇഫ് ദ വാട്ടർ കറണ്ട് ഈസ് വെരി ഹൈ, ദെൻ വാട്ട് ഈസ് ഇൻസ്ട്രുമെൻറ്റ് യു ആർ ഗോയിങ് ടു യൂസ്? യെസ്, പറയൂ. ദെൻ വി ആർ ഗോയിങ് ടു യൂസ് എ സൗണ്ടിങ് കേബിൾ ആണ്. ഓക്കെ, സൗണ്ടിങ് കേബിൾ ഈസ് ഗോയിങ് ടു ബി യൂസ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സൗണ്ടിങ് കേബിൾ ഈസ് ഗോയിങ് ടു ബി യൂസ്ഡ്. യെസ്, സൗണ്ടിങ് കേബിൾ അല്ല, ഏതാണ്? സോറി, ഓപ്ഷൻ ഡി ആണ്. എക്കോ സൗണ്ടർ ആണ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണ്? നോക്കിയേ, ഡെപ്ത് കൂടുതലാണ് ഒന്നാമത്തെ കാര്യം, പിന്നെ വാട്ടർ കറണ്ട് ഈസ് വെരി ഹൈ. അപ്പോൾ നിങ്ങൾ കേബിൾ യൂസ് ചെയ്ത് എന്താണ്? കേബിൾ അങ്ങ് പോകൂലേ അല്ലേ? നോക്കി, ഇതാണ് നിങ്ങളെ കേബിൾ അറ്റത്തുള്ള വെയിറ്റ് ആൻഡ് ദ ഫ്ലോയിങ് ഈസ് വെരി ഹൈ ആണ്, അല്ലെങ്കിൽ കറണ്ട് ഭയങ്കര ഹൈ ആണെങ്കിൽ ഈ വെയിറ്റ് എന്താവും, ചിലപ്പോൾ ഒന്ന് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റും. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടീം ഏതാണ്? എക്കോ സൗണ്ടർ ആണ്. എന്താണ് എക്കോ സൗണ്ടർ എന്ന് പറഞ്ഞാൽ? ഫാക്ടോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? യെസ്, സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കിയേ, എക്കോ സൗണ്ടർ ഈസ് ഓൾസോ നോൺ ആസ്. അതാരും പറയാതിരിക്കാൻ ചാൻസ് ഇല്ല, എല്ലാവരും പറയും. ഓപ്ഷൻ എ ആണ് അല്ലേ? ഫാക്ടോമീറ്ററിന് പറയുന്ന പേരാണ് എന്ത്? എക്കോ സൗണ്ടർ. നോക്കിയേ, ഡ്യൂറിങ് സൗണ്ടിങ് പ്രോസസ് ദ എക്കോ സൗണ്ടർ ഈസ് പ്ലേസ്ഡ്. എക്കോ സൗണ്ടർ എവിടെയാണ് ഉണ്ടാവുക? ഫാക്ടോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എവിടെയാണ്? നിങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലാണ് വെക്കുക? വെള്ളത്തിൻ്റെ ഏറ്റവും മുകളിലാണ് വെക്കുക? ഇല്ല, ജസ്റ്റ് ഓൺ ദ സർഫസ് ആണ് അല്ലേ? ജസ്റ്റ് അറ്റ് ദ വാട്ടർ സർഫസ് ആണ്. യു ക്യാൻ സീ ഇൻ ദിസ് ഇമേജ് ഓൾസോ. നോക്കിയേ, എന്താണ്? ഇതാണ് നമ്മുടെ വാട്ടർ ലെവൽ അല്ലേ? ദിസ് ഇസ് വാട്ടർ ലെവൽ. ആൻഡ് നമ്മൾ ബോട്ട് കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ എന്തുണ്ടാവുക? ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാണ് താഴോട്ട്. അത് താഴെ വന്ന് ഹിറ്റാവും, അത് പിന്നെ മുകളിലേക്ക് വന്ന് എന്താണ്? ഹിറ്റാവുകയാണ്. സോ വി ആർ ജസ്റ്റ് അറ്റ് ദ വാട്ടർ ലെവലാണ് എന്ന് വെച്ചാൽ ഫാക്ടോമീറ്റർ അവിടെ തന്നെയാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിയേ, ദ മോസ്റ്റ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ സൗണ്ടിങ് ഏതായിരിക്കണോ? സൗണ്ടിങ് റോഡാണോ? മെഷീനാണോ? കേബിളാണോ? എക്കോ സൗണ്ടർ അല്ലെങ്കിൽ ഫാക്ടോമീറ്റർ ആണോ? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? യെസ്. നോക്കിയേ, ഇതെന്താണ്? ആൻ ഇമാജിനറി ലൈൻ എക്സ്റ്റെൻഡഡ് ഫ്രം ദ ഷോർ ലൈൻ. ഇതൊന്ന് പറഞ്ഞേ. ആൻ ഇമാജിനറി ലൈൻ extended from the shoreline to the water body where the sounding points are located is known as. അല്ലേ, ഇതല്ലേ ഇത്രയും നേരം പറഞ്ഞോണ്ടെന്ന്. നോക്കി, ഇതാണ് നമ്മുടെ ഷോർ അല്ലേ? ഇതാണ് നമ്മുടെ ഷോർ, ഇതാണ് നമ്മുടെ വാട്ടർ ആൻഡ് ഷോറിലൂടെ നമ്മൾ ഷോർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ഷോർ ലൈൻസ്. ഇത് ഫിക്സ്ഡ് ലൈൻസ് ആണ്. ഈ ഷോർ ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യും അല്ലേ? 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കില്ലേ? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലൈനിലൂടെയാണ് ബോട്ട് ഓടിക്കുന്നത് അല്ലേ? ഈ ലൈൻ എന്താണ് പറയുക? ദിസ് സിസ്റ്റം ഡാഷ് റേഞ്ച് ലൈൻ. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. റേഞ്ച് ലൈൻ. ക്ലിയർ? ഈ സാർ ഓക്കെ? യെസ്. സോ യു ക്യാൻ സീ ഈ ഇമേജ് വളരെ ക്ലിയർ കുറവുണ്ട്, എന്നാലും ശ്രദ്ധിച്ചാൽ നോക്കി. ലെറ്റ് മീ ഡ്രോ ദിസ് അഗെയിൻ. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ഷോർ. ഓക്കെ, സോ ഇത്രയും പോർഷൻ എന്താണ്? ഷോറാണ്. യു ക്യാൻ സീ ഹിയർ ഓൺ ദ ഷോർ വി ആർ ഹാവിങ് സർട്ടൺ കൺട്രോൾ പോയിന്റ്സ് ആണ്. ഒരുപാട് കൺട്രോൾ പോയിന്റ്സ് ഉണ്ടോ? ഇവിടെ കൺട്രോൾ പോയിന്റ്സ് ഉണ്ട്. ഇവരെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഷോർ ലൈൻ ഉണ്ടാവും. ഇനി ഇതാണ് വാട്ടർ ബോഡി കാണുന്നത്. ദിസ് ഇസ് ദ വാട്ടർ ബോഡി. യു ക്യാൻ സീ ഹിയർ. ഈ ഒരു ഷോർ ലൈനിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് റേഞ്ച് ലൈൻസ് കണ്ടോ? റേഞ്ച് ലൈൻസ് 1, റേഞ്ച് ലൈൻസ് 2, റേഞ്ച് ലൈൻസ് 3, 4, 5, 6, 7. ആ ലൈൻസിലൂടെയാണ് വെള്ളത്തിലേക്കുള്ള ലൈൻസ് ആണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുക? ഇമാജിനറി ലൈൻസ് ആണ്. ഓക്കെ, നമ്മൾ ഏകദേശം ആ ലൈനിലൂടെയാണ് വണ്ടി ഓടിക്കുക. വണ്ടിയല്ല, കപ്പലല്ല, ബോട്ട്. ക്ലിയർ? യെസ്.
ഇത് നോക്കിയേ, ദ സ്ട്രക്ചർ മൗണ്ടഡ് ഓൺ ദ ഷോർ ആണ്, കരയിൽ ടു മാർക്ക് ദ റേഞ്ച് ലൈൻ ഈസ് നോൺ ആസ്, എവിടെ റേഞ്ച് ലൈൻ മാർക്ക് ചെയ്യുന്നത് എവിടെയാണോ? ഷോർ സിഗ്നൽ അല്ലേ, റേഞ്ച് ഷോർ ആണോ? യെസ്, ഏതാണ് പറഞ്ഞേ, ഏതാണ്? റേഞ്ച് യെസ് പറയൂ. ഷോർ സിഗ്നൽ അല്ലേ? ഷോർ സിഗ്നലിൻ്റെ വേറെ പേരൊക്കെ പറഞ്ഞോ, ഷോർ സിഗ്നലിൻ്റെ വേറെ പേരൊക്കെ പറഞ്ഞേ. ഷോർ സിഗ്നൽ എന്ന് പറയും, അല്ലെങ്കിൽ ഷോർ സ്റ്റേഷൻ എന്ന് പറയും, ഷോർ സ്റ്റേഷൻ ഓർ വെറും റേഞ്ചസ്, അല്ലെങ്കിൽ ഷോർ റേഞ്ച് എന്നൊക്കെ പറയും. ഓക്കെ, ഷോർ റേഞ്ചസ് എന്നൊക്കെ പറയും. ക്ലിയർ അല്ലേ? നെവർ എ റേഞ്ചർ സ്റ്റേഷൻ. ഓക്കെ, യെസ്, ഇത് നമ്മൾ ഫസ്റ്റ് ഹൈഡ്രോഗ്രാഫി തുടങ്ങിയപ്പോൾ പറഞ്ഞ പോയിന്റാണ്. ക്ലിയർ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി പൊസസ്ഡ് ബൈ ദ ഹൊറിസോണൽ കൺട്രോൾ? യെസ്, ഹൊറിസോണൽ കൺട്രോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയിനിങ് ആണോ, തിയോഡലൈൻ ആണോ, കോമ്പസ് ആണോ? അല്ല, ട്രയാങ്കുലേഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രയാങ്കുലേഷൻ ഇസ് ദ ആൻസർ. നമ്മൾ എടുത്ത് പറഞ്ഞ പോയിന്റ് ആണെന്ന് തോന്നുന്നു. യെസ്, ദെൻ നെക്സ്റ്റ് നോക്കിയേ, ദ മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ ലൊക്കേറ്റിംഗ് സൗണ്ടിങ് ഫോർ എ സ്റ്റിൽ വാട്ടർ. പറയൂ, സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? നോക്കിയേ, ലൊക്കേഷൻ ബൈ ക്രോസ് റോപ്പ്, ലൊക്കേഷൻ ബൈ ടാക്യോമീറ്റർ. യെസ്, റേഞ്ച് ആൻഡ് വൺ. യെസ്, ലൊക്കേഷൻ ഓഫ് ടാക്യോമീറ്റർ അല്ലേ, ടാക്യോമീറ്ററിൽ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് റീഡ് ചെയ്യണമെങ്കിൽ യെസ് വെള്ളം അനങ്ങാതെ നിൽക്കണം, ഇല്ലെങ്കിൽ തെറ്റും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നോക്കിയേ, ഇത് ജനറൽ പോയിന്റ് ആണ്. 3 point problem can be solved by mechanical method, graphical method, analytical method, all the above. Option D ആണ്. Yes, that is the end of hydrographic portion. Clear അല്ലേ? യെസ്, ഇത്രയും പോർഷൻസുകൾ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിട്ടുണ്ടാവും ഏതോ പോർഷൻസ് ആണ് നമ്മൾ വീണ്ടും എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങളതായ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി എക്സ്പ്ലോർ ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്, സോ ഇതാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഓക്കെ, let's wind up this session. We will see in the next session. Till then, thank you.